വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 നമ്മുടെ CSEB ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാംസ് നടത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ബാങ്കിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ഒരു MCQ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കണം. കാരണം എല്ലാ ബാങ്കിങ് ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി തൊട്ടിട്ടായിരുന്നു നമ്മുടെ എക്സാം. ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും എല്ലാം ചെയ്യാം 2025 കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു പേപ്പർ ചെയ്യുമ്പം നിങ്ങൾ 100 മേലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 115ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി പഠിച്ചാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അതും അതിൻ്റെ റിലേറ്റഡ് ടോപ്പിക്സും കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ, മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ബാങ്കിങ്ങിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ 2025 ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി വരാൻ സാധ്യതയുണ്ട്. 29-ാം തീയതി എക്സാം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇല്ല. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് അതും കൂടി ചെയ്യാം കേട്ടോ, പഠിക്കാം നമുക്ക്. ഇത് ബാങ്കിങ്ങിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും 2025 എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പം കോഡ് വേണമെങ്കിൽ നമുക്ക് പറയാം. 1059 എന്ന് പറഞ്ഞ കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. 1059 ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫെബ്രുവരിയിലാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 1060 ഉണ്ടായിരുന്നു. 1059/2025 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1060/2025 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 1067 ഉണ്ട് കേട്ടോ. 1067 ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് അല്ല, നമ്മൾ MCQ പോലെ ചെയ്തു പോവുകയാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചെയ്ത് വരിക കേട്ടോ. പിന്നെ 1071 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 1072 ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ, അതായത് ജൂനിയർ ക്ലർക്ക് ഇപ്രാവശ്യം നടത്തിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, ചെയ്ത് നോക്കിയതിന് ശേഷം നന്നായി പഠിക്കുക. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ, അതായത് പെയ്ഡ് സ്റ്റഡി ഗ്രൂപ്പിൽ ഇത് PDF കൊടുക്കാം. PDF കൂടാതെ നമ്മളത് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാവുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കി പഠിക്കുക കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം 2025 എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനപ്പാടാവും കേട്ടോ. പിന്നെ സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് സെക്രട്ടറി നമുക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുക കേട്ടോ, കൂടെ ഇരുന്ന് കവർ ചെയ്ത് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സെക്ഷൻ 3 ഓഫ് ദ BR ആക്ട് 1949 provides that the provisions of the BR Act shall not be applicable to PACS if they. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ഓപ്ഷൻസ് നന്നായി നോക്കുക, വായിച്ചു നോക്കുക കേട്ടോ. 1-2 പ്രാവശ്യം ഓപ്ഷൻസ് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓടിക്കയറി ചെയ്യരുത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 3 എന്താ പറയുന്നത്? സെക്ഷൻ 3 BR ആക്ടിൽ പറയുന്നത് ഷാൾ നോട്ട് അപ്ലൈ, അതായത് പ്രൊവിഷൻസ് ഓഫ് ദ BR ആക്ട് ഷാൾ നോട്ട് ബി അപ്ലിക്കബിൾ ടു PACS. ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ അല്ലാത്തതെന്നാണ് അല്ലേ. അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡു നോട്ട് യൂസ് ദ വേർഡ് ബാങ്ക് ആസ് പാർട്ട് ഓഫ് ദെയർ നെയിംസ്. ഓപ്ഷൻ A ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ B പറഞ്ഞിട്ടുള്ളത് ബാങ്കിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദെയർ ബിസിനസ്. ഡു നോട്ട് ആക്ട് ആസ് ഡ്രോയി ഓഫ് ചെക്ക്. ഓൾ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 3 പഠിച്ച ഒരാൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എന്താണ്? ഡു നോട്ട് യൂസ് ദ വേർഡ് ബാങ്ക് ആസ് എ പാർട്ട് ഓഫ് ദെയർ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് PACSനും പിന്നെ അതുപോലെ തന്നെ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് അല്ലേ, കൃഷിക്ക്, അതായത് അഗ്രികൾച്ചറിന് ലോങ് ടേം ലോൺസ് കൊടുക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് ബാങ്ക് എന്ന് അവരുടെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. അവരുടെ ബാങ്കിങ് അവരുടെ ബിസിനസ് അല്ല. പിന്നെ അവർക്ക് ചെക്കിൻ്റെ ഡ്രോയി ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഒറിജിനൽ ഉത്തരം എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ് അല്ലേ. ഓക്കെ, ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഒന്നുകൂടി നോക്കാം. സെക്ഷൻ 3 ഓഫ് ദ BR ആക്ട് 1949 provides that the provisions of the BR ആക്ട് shall not be applicable to PACS if they do not use the word bank as a part of their names. B. Banking is not a part of their business. And C. Do not act as a drawing check. ഇതെല്ലാം എന്താണ്, ഈ സെക്ഷൻ 3 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരിക. Second one, which of the following is not applicable to supervisory action framework of UCBs, Urban Cooperative Bank? Net NPA above 6%,
incur loss for 2 consecutive financial years, CRAR is below 10%, accumulated losses in the balance sheet. ഏതാണ് ഉത്തരമായിട്ട് വരിക? മാർക്ക് ചെയ്യുക അല്ലേ? CRAR ഈസ് ബിലോ 10%. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ PYQയിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് ഓഫ് UCBs. UCBs എന്ന പദം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. CRAR ഈസ് ബിലോ 10%. ബിലോ 10% ആണ് നോട്ട് ആപ്ലിക്കബിൾ. ബാക്കിയെല്ലാം ആപ്ലിക്കബിൾ ആണ്. നെറ്റ് NPA അബവ് 6% ആപ്ലിക്കബിൾ ആണ്. ഇൻകേഴ്സ് ലോസ് ഫോർ 2 consecutive financial years, accumulated losses in the balance sheet. Okay. Next question. When did the Kerala State Cooperative Bank became a scheduled bank? July 1966, March 1966, July 1972, April 1972. Answer July 1966. When did the Kerala State Cooperative Bank become a scheduled bank? July 1966. Next question. Nomination is allowed in which of the following accounts? Nomination is allowed in which of the following accounts? Option A, accounts of a partnership firm. Option B, minor self-operated account. Option C, account of a proprietary firm. Option D, all of the above. Nomination is allowed ആണ് കേട്ടോ. Nomination is allowed. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, അക്കൗണ്ട് ഓഫ് എ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം ആണ് ഉത്തരമായിട്ട് വരുന്നത്. മൈനർ സെൽഫ് ഓപ്പറേറ്റഡ് അക്കൗണ്ടും അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേമും എന്നാൽ വേണ്ട, നോമിനേഷൻ ഈസ് അലൗഡ് അല്ല. പക്ഷേ മൈനേഴ്സ് സെൽഫ് ഓപ്പറേറ്റഡ് അല്ലാതെ ആണെങ്കിലോ ഗാർഡിയൻ ഓപ്പറേറ്റഡ് ആണെങ്കിലോ നോമിനേഷൻ ഈസ് അലൗഡ് കേട്ടോ. ഗാർഡിയൻ ഓപ്പറേറ്റഡ് ആണെങ്കിൽ നോമിനേഷൻ ഈസ് അലൗഡ് എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് സെക്ഷൻ 8, സെക്ഷൻ 13, സെക്ഷൻ 10, സെക്ഷൻ 9. പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് സെക്ഷൻ 10. പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് 8, 9, 10 എന്ന് പറഞ്ഞ് പഠിക്കണം കേട്ടോ. 1 മുതലൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. 10 മാത്രമല്ല, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഇതുപോലെ ബാച്ച് 8, 9, 10 കണക്ട് ചെയ്ത് പഠിക്കണം. 10 പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ മെറ്റീരിയൽ ആൾട്ടറേഷൻ? ഓപ്ഷൻ എ, ചേഞ്ചിങ് ഫ്രം ബിയറർ ടു ഓർഡർ ഇൻ എ ചെക്ക്. ബി, converting general crossing into special crossing. C, conversion of endorsement in a blank to endorsement in full. അടുത്തത് ചേഞ്ചിങ് ഫ്രം ഓർഡർ ടു ബിയറർ ഇൻ എ ചെക്ക്. ഇതിലേതാണ് മെറ്റീരിയൽ ആൾട്ടറേഷൻ ഉള്ളത്? ഓക്കെ, ഇതിലേതാണ്? അപ്പോൾ ഏതാണ്? ചേഞ്ചിങ് ഫ്രം ഓർഡർ ടു ബിയറർ ഇൻ എ ചെക്കാണ് ഇവിടെ മെറ്റീരിയൽ ആൾട്ടറേഷൻ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെറ്റീരിയൽ ആൾട്ടറേഷൻ? ഓർഡറിനെ ബെയറർ ആക്കുക. ഓക്കെ, ബെയറിനെ ഓർഡർ ആക്കുക നോർമലാണ് അല്ലേ. ജനറലിനെ സ്പെഷ്യൽ ആക്കുക. എങ്ങനെയാക്കുക? ബാങ്കിൻ്റെ പേരെഴുതിയ സ്പെഷ്യൽ ക്രോസിംഗ് ആയി അല്ലേ. കൺവേർഷൻ ഓഫ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ടു ഫുൾ എൻഡോഴ്സ്മെൻറ്റ്, അതും എളുപ്പമല്ലേ. ബ്ലാങ്ക് ആയിട്ട് എൻഡോസ് ചെയ്ത സാധനം ഫുൾ എൻഡോഴ്സ്മെൻ്റ് ആക്കുന്നു. അവിടെ പ്രത്യേകിച്ച് മെറ്റീരിയൽ ഓൾട്ടറേഷൻ്റെ ആവശ്യമില്ല. എന്നാൽ ഓർഡറിനെ ബെയറർ ആക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്? മെറ്റീരിയൽ ഓൾട്ടറേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ എക്സ് ഈസ് adjudged as an insolvent. We will allow the following debit credit to the current account in his name. Credit of ₹5,000 made by Mr. Y. Payment of check transferring the account to official receiver's account. Payment of check signed by him on a date prior to date of filing of insolvency petition. അത് കഴിഞ്ഞ് ഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് എ ആൻഡ് ബി ഓൺലി വിൽ ബി അലൗഡ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. മിസ്റ്റർ എക്സ് ഈസ് അഡ്ജഡ്ജഡ് ആസ് എൻ ഇൻസോൾവൻ്റ് ആവുക അല്ലേ.
വി വിൽ അലൗ ഏത് ഡെബിറ്റ് ക്രെഡിറ്റ് ആണ് കറണ്ട് അക്കൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കറണ്ട് അക്കൗണ്ടിൽ അലൗ ചെയ്യുന്നത്? ക്രെഡിറ്റ് ഓഫ് ₹5,000 മെയ്ഡ് ബൈ മിസ്റ്റർ വൈ അലൗഡ് ആണോ? പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ ടു അക്കൗണ്ട്? ഒഫീഷ്യൽ റിസീവർ ആണ് പിന്നീട് അവരുടെ അക്കൗണ്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. പേയ്മെൻറ്റ് ഓഫ് ചെക്ക് സൈൻഡ് ബൈ ഹിം ഓൺ എ ഡേറ്റ് പ്രയർ, മുൻപേ ഒപ്പിട്ട ഇതുണ്ടല്ലോ, ഇൻസോൾവൻസി പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഒപ്പിട്ടത് അലൗ ചെയ്യുമോ? ചെക്ക് സൈൻ ചെയ്തത് അലൗ ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വന്നത് ഏതാണ്? എ ആൻഡ് ബി ഓൺലി വിൽ ബി അലൗഡ് ആണ് കേട്ടോ. ഓക്കെ. ക്രെഡിറ്റ് ഓഫ് ₹5,000 മെയ്ഡ് ബൈ മിസ്റ്റർ വൈ, പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ട്രാൻസ്ഫറിങ് ദ അക്കൗണ്ട് ടു ഒഫീഷ്യൽ റിസീവേഴ്സ് അക്കൗണ്ട്. ഇത് രണ്ടുമാണ് അലൗ ചെയ്യുക കേട്ടോ. ഓൺലി വിൽ ബി അലൗഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the context of issuing stopping payment on a check, who can initiate this action in an either or survivor account? ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ഓൺലി ദ സർവൈവർ അക്കൗണ്ട് ഹോൾഡർ, ബി പറഞ്ഞിട്ടുള്ളത് എനി വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ്, സി പറഞ്ഞിട്ടുള്ളത് എ തേർഡ് പാർട്ടി അറ്റോർണി, ഡി പറഞ്ഞിട്ടുള്ളത് ദ പേഴ്സൺ ഹൂ ഇഷ്യൂഡ് ദ ചെക്ക്. അപ്പോൾ എന്താണ്? സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓഫ് ചെക്കാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹൂ ക്യാൻ ഇനീഷ്യേറ്റ് ദിസ് ആക്ഷൻ, അതായത് ഒരു ഐദർ ഓർ സർവൈവർ അക്കൗണ്ടിൽ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഉത്തരമായിട്ട് വരിക? നിങ്ങൾ ഓരോ ഓപ്ഷൻസും നന്നായി വായിക്കണം കേട്ടോ. ഓൺലി ദ സർവൈവർ അക്കൗണ്ട് ഹോൾഡർക്കാണോ? ഓൺലി എനി ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർക്ക് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ? തേർഡ് പാർട്ടി അറ്റോർണിയാണോ കൊടുക്കുക? ആരാണോ ഇഷ്യൂ ചെയ്തത് ചെക്ക് അവർക്ക് മാത്രമാണോ കൊടുക്കാൻ കഴിയുക? ആർക്കാ? രണ്ടു പേർക്കും അല്ലേ? ഐദർ ഓർ സർവൈവർ അക്കൗണ്ടിൽ എനി വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. ഓക്കെ. എനി വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് ക്യാൻ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചെയ്യാം, ചെക്ക് സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ്, 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ കേട്ടോ. ഇഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻഡോസ്ഡ് ഇൻ ബ്ലാങ്ക്, വാട്ട് ഈസ് ദ റിസൾട്ട്? ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റിൽ എന്താ ചെയ്യുക? ഇറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ ലേറ്റർ. ഓക്കെ. ഇറ്റ് റിമെയിൻസ് ആൻ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ് ഓൺലി. ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ബെയറർ. ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് അൺഎൻഫോഴ്സിയബിൾ. എന്താ സംഭവം? ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിൽ എന്താ വരിക? ഏതാണ് ഓപ്ഷൻ ആയിട്ട് വരിക? ഇറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ ലേറ്റർ. ഇറ്റ് റിമൈൻസ് ആൻ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ് ഓൺലി. ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ബെയറർ. ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് അൺഎൻഫോഴ്സിബിൾ. ഏതാണ് ഉത്തരമായിട്ട് വരിക? ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ബെയറർ അല്ലേ? ബെയറർക്ക് കൊടുക്കുക, കാരണം ഇറ്റ് ഈസ് എ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. സോ ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ബെയറർ. ആരാണോ കൊണ്ടുവന്നത് ആൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഫിനാൻസ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ റിലേഷൻ ടു കറൻസി ഇഷ്യൂവൻസ്? അപ്പോൾ എല്ലാവർക്കും അറിയണ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓപ്ഷൻ എ സൈനിങ് ₹1 കറൻസി നോട്ട്സ്, ബി ഓവർസീയിങ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾഡ് നോട്ട്സ്, സി സൈനിങ് കറൻസി നോട്ട്സ് ഓഫ് 1, 2 and 5, ഡി ഡിറ്റർമിനിങ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ്. എന്താണ് ഫിനാൻസ് സെക്രട്ടറിയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. കറൻസി നോട്ട്, ₹1 കറൻസി നോട്ടിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ് ഫിനാൻസ് സെക്രട്ടറിയുടെ റോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ റിവേഴ്സ് സൈഡ്, തീർച്ചയായിട്ടും ഇതിൻ്റെ കറണ്ട് അഫയേഴ്സ്, അതായത് മൊത്തം നോട്ടുകൾ നോക്കി പോകണം കേട്ടോ. ചില സമയത്ത് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരും. എന്തായാലും പഠിച്ചു പോവുക, കിട്ടാതിരിക്കരുത്. ഇൻ ദ റിവേഴ്സ് സൈഡ്, ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ 1059/2025 ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ ദ റിവേഴ്സ് സൈഡ് ഓഫ് ദ കറൻസി നോട്ട്സ് ഡിഫറെൻറ്റ് മോട്ടീവ്സ് ഇമേജസ് ആർ ഇൻകോർപ്പറേറ്റഡ്. ₹500 നോട്ടിൻ്റെ മോട്ടീവ് റെഡ് ഫോർഡ് ഓൺ ദ റിവേഴ്സ് depicting the country's cultural heritage. The motif of which cultural heritage is seen in the reverse of ₹200. 200ൻ്റെ
ഇതിൽ ഏത് ചിത്രമാണ് വരിക? എല്ലോറ കേവ്സ് ആണോ, സാഞ്ചി സ്തൂപ ആണോ, റാണി കി വാവ് ആണോ, സൺ ടെമ്പിൾ കൊണാർക്ക് ആണോ? 200 രൂപയുടെ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ ഉത്തരമായിട്ട് വരിക? സാഞ്ചി സ്തൂപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓർഡർ ടേക്സ് precedence when a garnishi order and an attachment order are received simultaneously? നല്ല ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? എന്തിനാണ് പ്രാധാന്യം കൊടുക്കുക എന്നാണ് ചോദിച്ചത് കേട്ടോ. മുൻതൂക്ക മാർക്ക് കൊടുക്കും. ഗാർണിഷി ഓർഡറും അറ്റാച്ച്മെൻറ്റ് ഓർഡറും ഒരുമിച്ച് കൈപ്പറ്റിയാൽ ദ ലേറ്റസ്റ്റ് ഓർഡർ റിസീവ്ഡ് ടേക്സ് പ്രസിഡൻറ്റ്. അതായത് ആദ്യം ആരുടെ ഓർഡറാണോ, ഏത് ഓർഡറാണോ കിട്ടിയത് അതിന് പ്രാധാന്യം കൊടുക്കും എന്നാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, അറ്റാച്ച്മെൻറ്റ് ഓർഡർ ടേക്സ് പ്രസിഡൻറ്റ്. അതായത് അറ്റാച്ച്മെൻറ്റ് ഓർഡറിന് മുൻഗണന കൊടുക്കണം. ബോത്ത് ഓർഡേഴ്സ് ആർ കൺസിഡേർഡ് ഈക്വലി ആൻഡ് ഡി, ഗാർണിഷി ഓർഡർ ടേക്സ് പ്രസിഡൻസ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ആലോചിക്കൂ. പ്രത്യേകം ഓർക്കുക, ഗാർണിഷി ഓർഡറിനേക്കാളും അറ്റാച്ച്മെൻറ്റ് ഓർഡറിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, രണ്ടും ഒരുമിച്ച് കിട്ടിയാൽ ആദ്യം നടപ്പിലാക്കേണ്ടത് അറ്റാച്ച്മെൻറ്റ് ഓർഡറാണ് കേട്ടോ. സ്റ്റേറ്റിൻ്റെ ഓർഡറാണ്. സോ അറ്റാച്ച്മെൻറ്റ് ഓർഡറാണ് നോക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, എ പേഴ്സൺ നെയിംഡ് ബൈ എ ഡിസീസ്ഡ് പേഴ്സൺ ടു മാനേജ് ഹിസ് എസ്റ്റേറ്റ് ഇൻ ഹിസ് വിൽ. ആളുടെ വില്ലിൻ പ്രകാരം അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ മാനേജ് ചെയ്യുന്ന ആളെന്താ പറയുക? വിൽ ഹോൾഡർ ആണോ, അഡ്മിനിസ്ട്രേറ്റർ ആണോ, എക്സിക്യൂട്ടർ ആണോ, സോളിസിറ്റർ ആണോ? ആരാണ്? എക്സിക്യൂട്ടർ അല്ലേ? എക്സിക്യൂട്ടർ ആണ് ഉത്തരം കേട്ടോ. എ പേഴ്സൺ നെയിംഡ് ബൈ എ ഡിസീസ്ഡ് പേഴ്സൺ ടു മാനേജ് ഹിസ് എസ്റ്റേറ്റ് ഇൻ ഹിസ് വിൽ ഈസ് കോൾഡ് എക്സിക്യൂട്ടർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SMS? എന്താണ് SMS-ൻ്റെ ഫുൾ ഫോം? സ്മോൾ മെസ്സേജിംഗ് സർവീസ്, ഷോർട്ട് മെസ്സേജിംഗ് സർവീസ്, ഷോർട്ട് മണി സർവീസ്, സിംഗിൾ മെസ്സേജ് സിസ്റ്റം. ആൻസർ മാർക്ക് ചെയ്യാം. ഷോർട്ട് മെസ്സേജിംഗ് സർവീസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, MMID ഇൻ മൊബൈൽ ബാങ്കിങ് സ്റ്റാൻഡ്സ് ഫോർ. MMID അതിൻ്റെ ഫുൾ ഫോം എന്താണ്? MMID മൊബൈൽ മെക്കാനിസം ഐഡൻറ്റിഫയർ, മൊബൈൽ മണി ഐഡൻറ്റിഫയർ, മാക്സിമം മണി ഇൻ ഡെപ്പോസിറ്റ്, മിനിമം മണി ഐഡൻറ്റിഫയർ. എന്താണ് MMIDയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്? മൊബൈൽ മണി ഐഡൻറ്റിഫയർ. മൊബൈൽ മണി ഐഡൻറ്റിഫയർ. നെക്സ്റ്റ് വൺ, RTS. RTGSലെ S എന്താണെന്നാണ് ചോദിച്ചത്? സ്റ്റാൻഡേർഡ്, സാങ്ഷൻ, സർവീസ്, സെറ്റിൽമെൻറ്റ്. എന്താണ് S? RTGSൻ്റെ ഫുൾ ഫോം എന്താ? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. സോ D is the correct answer. Settlement. Okay. Next one. What is the maximum turnover limit for classification as a micro enterprise as per revised guidelines of MSME? അതായത് ഒരുപാട് പ്രാവശ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൻ്റെ ഏതെങ്കിലും ഒന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കോളം ചേർത്തത് കേട്ടോ. പുതിയ കോളമാണ്, പഠിച്ചു വെക്കണം. മാക്സിമം ടേൺ ഓവർ ലിമിറ്റ് മൈക്രോ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മൈക്രോ ആണ് ചോദിച്ചിട്ടുള്ളത്. റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് പ്രകാരം എത്രയാണെന്ന് മൈക്രോയ്ക്ക്. ഇവിടെ മാക്സിമം ടേൺ ഓവർ ലിമിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. സോ നോട്ട് ചെയ്യണം. ടേൺ ഓവർ ലിമിറ്റും ചോദിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റും ചോദിക്കാം, രണ്ടും ചോദിക്കാം. ആദ്യം അത് നോക്കണം കേട്ടോ. മാക്സിമം ടേൺ ഓവർ ലിമിറ്റ് ആണോ ചോദിച്ചിട്ടുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ആണോ ചോദിച്ചിട്ടുള്ളത്? ഈ കോളം നിങ്ങൾ കറണ്ട് എന്ന് മാറ്റി റിവൈസ്ഡ് മാത്രം എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. നന്നാക്കി പഠിക്കുക. ഒരുപാട് പേപ്പറിൽ ഇത് ചോദിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഠിക്കാൻ പറയണത് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് MSMEയുടെ മൈക്രോ എൻ്റർപ്രൈസാണ്. അപ്പോൾ മൈക്രോ എൻ്റർപ്രൈസിൻ്റെ മാക്സിമം ടേൺ ഓവർ ലിമിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ടേൺ ഓവർ ലിമിറ്റ് എത്രയാണ്? റിവൈസ്ഡ് ഉള്ളത് 10 crore ആണ് കേട്ടോ. സോ ആൻസർ വരുന്നത് 10 crore ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്ക്സ് ടു ഗീവ് certain percentage of loans to priority sector. What is the priority sector target for commercial banks in India? ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തതാണ് കേട്ടോ. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു പഠിക്കുക കേട്ടോ. 75% ഓഫ് ദ അഡ്ജസ്റ്റ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ഓർ ക്രെഡിറ്റ് ഈക്വലൻറ്റ് ടു ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷർ
വിച്ച് എവർ ഈസ് ഹയർ ആസ് ഓൺ 31st March ഓഫ് ദ പ്രീവിയസ് ഇയർ. ബി പറഞ്ഞിട്ടുള്ളത് 40%, എ എൻ ബി സി ഓർ സി ഒ ബി വിച്ച് എവർ ഈസ് ഹയർ. 18% പറഞ്ഞിട്ടുണ്ട് നോ സച്ച് ലിമിറ്റ്, അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആരുടെയാണ് ചോദിച്ചിട്ടുള്ളത്? യു സി ബി എസിൻ്റെ ചോദിക്കാം, റൂറൽ ബാങ്കിൻ്റെ ചോദിക്കാം, ആരുടെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ 40% ആണ് കേട്ടോ. ഓക്കെ, 40% ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ ബാങ്ക് KYC നോംസ് ആർ അപ്ലിക്കബിൾ? ഫോർ ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട് അതിനാണോ അപ്ലിക്കബിൾ KYC നോംസ്, അതോ ഫോർ ഗിവിംഗ് ലോൺസ് ടു ന്യൂ അക്കൗണ്ട്സ്, ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് NPA അക്കൗണ്ട്സ്, ഫോർ സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റി വെരിഫിക്കേഷൻ? എന്തിനാണ് ഈ ഒരു ബാങ്ക് KYC അപ്ലിക്കബിൾ ഉള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താ ഉത്തരം വരിക? ഫോർ ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ്. അതിനല്ലേ KYC ചോദിക്കുക. ലോൺ തരുമ്പോൾ നമ്മളോട് KYC ചോദിക്കുമോ? ഇല്ല. NPA തിരിച്ചറിയാനും KYC വേണ്ട, സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ട. എന്തിനാണ് തുടക്കത്തിൽ ചോദിക്കുന്നത്? നമ്മളോട് ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ടിന് മാത്രമാണ് അല്ലേ, അതിന് മാത്രമേ നമുക്ക് KYC വേണ്ടൂ. നോ യുവർ കസ്റ്റമർ എന്നല്ലേ അതിൻ്റെ പേര്. ഓക്കെ, അടുത്തത് ആസ് പെർ KYC AML ഗൈഡ് ലൈൻസ് വാട്ട് ഈസ് ദ മിനിമം റിട്ടൻഷൻ പീരിയഡാണ് ചോദിച്ചത് കേട്ടോ. ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് എത്ര കാലം മിനിമം റിട്ടൻഷൻ പീരിയഡ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. എത്ര കാലമാണ്? ഇൻഡെഫിനിറ്റ്ലി ആയിട്ട് വേണോ, അതോ 3 years ആണോ, 10 years ആണോ, 5 years ആണോ, എത്ര നാളാണ്? ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. AML ഗൈഡ് ലൈൻസ് പ്രകാരം KYC AML പ്രകാരം ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് എത്ര നാൾ വേണം? എത്ര നാളാണ്? 5 years. ഓക്കെ, 5 years ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ്. മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ടേം ഡെപ്പോസിറ്റ് എന്നാണോ, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നാണോ, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണോ? ഇറ്റ് ഈസ് ഓൺലി ലയബിലിറ്റി ഹാവിങ് നോ ക്ലാസിഫിക്കേഷൻ ആസ് സച്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ്. മെച്യൂർഡ് ആയാൽ തന്നെ അതിനെന്താ പറയുക? മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് എന്താണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലേ? എപ്പോൾ വേണമെങ്കിൽ ചോദിച്ചാൽ കൊടുക്കണ്ടേ? ഓക്കെ, 22ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് അലൗസ് ദ എൻഡോസർ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ സ്പെസിഫിക് പേയി ലേറ്റർ? ഏത് എൻഡോഴ്സ്മെൻ്റ് ആണ് അലൗ ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്ട് ടു എ സ്പെസിഫിക് പേയി ലേറ്റർ എന്നാക്കാൻ പറ്റുന്ന എൻഡോഴ്സ്മെൻ്റ് ഏതാ? എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് ആണോ, എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ ആണോ, ഫാക്കൾട്ടേറ്റീവ് ആണോ, റെസ്ട്രിക്റ്റീവ് ആണോ? ഏതാ? സ്പെസിഫിക് പേയ്ക്ക് പിന്നെ ആക്കാൻ പറ്റണമെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കും അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക, എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. കളക്ഷൻ ഓഫ് ചെക്കിൻ്റെ കാര്യത്തിൽ ബാങ്കും കസ്റ്റമറും ആണോ, കസ്റ്റമറും ബാങ്കറും ആണോ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടെ ബാങ്ക് ആൻഡ് കസ്റ്റമർ ആണ്. സോ ബാങ്ക് ആൻഡ് കസ്റ്റമർ എന്താ റിലേഷൻഷിപ്പ്? ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ, ചെക്ക് കളക്ഷൻ്റെ സമയത്ത് എന്താണ് റിലേഷൻഷിപ്പ്? എന്താ? ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ആണോ, പോണർ പോണി ആണോ, ട്രസ്റ്റി ബെനഫിഷ്യറി ആണോ, ഏജൻറ്റ് പ്രിൻസിപ്പൾ ആണോ? ഏതാണ്? ഏജൻറ്റ് പ്രിൻസിപ്പൾ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ചെക്ക് ഈസ് ക്രോസ്ഡ് ആസ് അക്കൗണ്ട് പേയി, ഓക്കെ, ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ടു. ഇതൊരു അതായത് ഒരു ആകെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, നറേഷൻ പോലെ ആഡ് ചെയ്തത് കേട്ടോ. ഇഫ് എ ചെക്ക് ഈസ് ക്രോസ്ഡ് ആസ് അക്കൗണ്ട് പേയി ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ടു. അവർ ആൻസർ കീ കൊടുത്തിട്ടുള്ളത് ഏതാ കൊടുത്തിട്ടുള്ളത്? ഡ്രോയി പേയിങ് ബാങ്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. CSEBയുടെ ആൻസർ കീ കൊടുത്തിട്ടുള്ളത് ഡ്രോയി പേയിങ് ബാങ്ക് ആണ്. ആക്ച്വലി അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ഡ്രോയർ, അതായത് ദ പേഴ്സൺ റൈറ്റിംഗ് ദ ചെക്ക് ടു ദ കളക്ടിങ് ബാങ്കിനാണ്. പേയി അതായത് കളക്ടിങ് ബാങ്കിന് കൊടുക്കുന്നതാണ്. എൻഷുറിങ് ദ മണി ഗോസ് ഓൺലി ടു പേ സ്പെസിഫൈഡ് ബാങ്ക് അക്കൗണ്ട് നോട്ട് എൻകാഷ്ഡ് ഓവർ ദ കൗണ്ടർ. ഓവർ ദ കൗണ്ടറിലൂടെ ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കാൻ പാടില്ലെന്നും പേയുടെ സ്പെസിഫൈഡ് ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ ഇത് നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നും പറയുന്ന സേഫസ്റ്റ് ക്രോസിംഗ് ആണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ആർക്കുള്ള ക്രോസിംഗ് ആണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആർക്കുള്ള ഡയറക്ഷൻ ആണെന്ന് ചോദിച്ചാൽ,
അത് കളക്ടിങ് ബാങ്കർക്കുള്ള ഡയറക്ഷനാണ്. ഓക്കെ, അതായത് പേയ്ക്കുള്ള ഡയറക്ഷനാണ് അല്ലേ, ബാങ്കിനാണ് ആ ഡയറക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ കളക്ടിങ് ബാങ്കർ ടു എൻഷുർ ദാറ്റ് ദ പ്രൊസീഡ്സ് ഓഫ് ദ ചെക്ക് ആർ കളക്റ്റഡ് ഫോർ ദ അക്കൗണ്ട് ഓഫ് ദ പേയി ഓൺലി എന്ന് പ്രത്യേകം കളക്ടിങ് ബാങ്കർ എൻഷുർ ചെയ്യണം. അപ്പോൾ പലർക്കുള്ള ഡൗട്ടാണ്, ആരാണ് ഈ കളക്ടിങ് ബാങ്കർ, ആരാണ് ഈ പേയിങ് ബാങ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പം ഒരാൾ SBIയുടെ ഒരു ചെക്ക് കനറ ബാങ്കിൽ, അതായത് SBIയുടെ ഒരു ചെക്ക് വേറൊരാൾക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ SBIയുടെ ഒരു ചെക്ക് വേറൊരാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് അക്കൗണ്ട് ഉള്ളത് SBIയുടെ പേരിലാണ് ആ ചെക്ക് ഉള്ളത് അല്ലേ. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ആ പേരാണല്ലോ ഉണ്ടാവുക SBIയുടെ. ആ ചെക്ക് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ വേറൊരാൾക്ക് കൊടുക്കുമ്പം അയാൾക്ക് SBIയിൽ അക്കൗണ്ട് ഇല്ല, അയാൾക്കുള്ളത് കനറ ബാങ്കിലാണ്. സോ അയാൾ കനറ ബാങ്കിൽ ഈ ചെക്ക് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ആരുടെയാണോ ചെക്ക്, അതായത് SBI ആണ് പേയിങ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ കനറ ബാങ്കിന് കൊടുക്കുമ്പം കനറ ബാങ്കിനോട് ഇയാൾ പറയും, എന്താ പറയുക, അപ്പോൾ കനറ ബാങ്കിൻ്റെ ആണ് കളക്ടിങ് ബാങ്ക്. കനറ ബാങ്ക് ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്ത് റെസ്പോൺസിബിലിറ്റി? ഇയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഓവർ ദ കൗണ്ടറിലൂടെ കൊടുക്കാൻ പാടില്ല, ക്രെഡിറ്റ് ചെയ്ത് വേണം കൊടുക്കാൻ. സോ കളക്ടിങ് ബാങ്ക് SBIയോട് പറയും അല്ലേ, ചെക്ക് മാറിത്തരാൻ പറയും. SBI പണം കൊടുക്കും, ഇയാളിത് അയാളുടെ അക്കൗണ്ടിലേക്ക് ഈ ബാങ്ക് കളക്ടിങ് ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. സോ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കളക്ടിങ് ബാങ്കർ ടു എൻഷുർ ദാറ്റ് ദ പ്രൊസീഡ്സ് ഓഫ് ദ ചെക്സ് ആർ കളക്റ്റഡ് ഫോർ ദ അക്കൗണ്ട് ഓഫ് ദ പേയി ഓൺലി. ഓക്കെ, with an account payee check, only the payee can receive and deposit the funds into their bank account, improving transaction securityക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൻസറായിട്ട് കൊടുക്കുന്നത് പേയി കളക്ടിങ് ബാങ്ക് ആണ്. അവരാദ്യം ഡ്രോയർ പേയിങ് കളക്ടിങ് ബാങ്ക് ഒന്ന് കൊടുത്തു, പിന്നെ ഡ്രോയി പേയിങ് ബാങ്ക് ഒന്ന് കൊടുത്തു. പക്ഷേ ഉത്തരം കളഞ്ഞില്ല, അതായത് ഡിലീറ്റ് ആക്കിയില്ല, അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ വായിക്കുന്ന കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പം പേയി കളക്ടിങ് ബാങ്ക് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നല്ല മനസ്സിലാക്കി വെക്കുക. അവർ നാളെ ഉത്തരം മാറ്റുമോ, കാണാതെ പഠിക്കണ്ട. ചിലപ്പോൾ അവർ ഉത്തരം മാറ്റിയേക്കാം, ചിലപ്പോൾ അവർ ഇതന്നെ പിടിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അവർ കൊടുക്കുന്ന ഉത്തരത്തിൽ മാത്രം നമുക്ക് ഊന്നി നിൽക്കാൻ പറ്റില്ല, എന്നാലും എല്ലാം പഠിക്കുക. ഓക്കെ, അവരുടെ ഉത്തരം നമ്മൾ പറഞ്ഞു, മറ്റേ ഉത്തരം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ജെനുവിനായിട്ട് മനസ്സിലാവുന്നതിൽ നിന്നും ഓക്കെ മനസ്സിലാക്കി വയ്ക്കാം. നെക്സ്റ്റ് നോക്കാം. ഇൻ ടേംസ്, ഇത് കുറച്ച് മുന്നത്തെയാണ്. ഇപ്പോൾ അവർ ആൻസർക്കൊക്കെ നന്നായി നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുന്നേയൊക്കെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ പിന്നെയും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുമ്പം അവർക്ക് അതിന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ എങ്കിലും തരും. പണ്ടൊക്കെ തോന്നിയത് ആൻസർ കൊടുത്തായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മാറ്റം വന്നേക്കാം. നമ്മൾ കറക്റ്റ് സെൻസിലെടുത്താൽ തീർച്ചയായിട്ടും അവരതിൻ്റെ മാറ്റം തരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ടേംസ് ഓഫ് ദ റിവൈസ്ഡ് KYC ഗൈഡ് ലൈൻസ് ഓഫ് RBI, ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ് അല്ലാത്തതാണ് കേട്ടോ. നെയിം ആൻഡ് അഡ്രസ് പ്രൂഫ് ഓഫ് ദ കസ്റ്റമർക്ക് വേണ്ടി കൊടുക്കുന്ന റിവൈസ്ഡ് ആയിട്ടുള്ള KYC ഗൈഡ് ലൈൻസിന് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്തോളൂ. നോട്ട് ആൻ ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെൻ്റ് ആണ്. വോട്ടേഴ്സ് ID കാർഡ് അതിൽ പറയുന്നുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, അതായത് പാൻ നമ്പർ, പാൻ കാർഡ് നമ്പർ, പാസ്പോർട്ട്. ഏതാണ് ഇല്ലാത്തത്? ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റിൽ ഇല്ലാത്തത് ഏതാണ്? പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ കാർഡാണ് കേട്ടോ, പാൻ കാർഡ്. നെക്സ്റ്റ്, ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ, ആരാ അപ്പോയിൻ്റ് ചെയ്യുന്നത്? RBI, IBA, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആരാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്? ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഡെഫ് അക്കൗണ്ട് മെയിൻറ്റൈൻഡ് ബൈ RBI? ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്സിഡൻറ്റ് ഫണ്ട്, ഡെഫ്. ഡെപ്പോസിറ്റേഴ്സ് ഏർണിംഗ് ആൻഡ് അവയർനെസ് ഫണ്ട്, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവാർഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഡെഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്ഷൻ C ഈസ് ദ കറക്റ്റ് ആൻസർ, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോമിസറി നോട്ട് വിച്ച് ഈസ് പേയബിൾ ആഫ്റ്റർ എ സർട്ടൻ പ്രീ ഡിസൈഡഡ് പീരിയഡ്. പ്രീ ഡിസൈഡഡ് പീരിയഡിന് ശേഷം പേയ്മെൻറ്റ് നടത്തുന്ന
promissory note. Ussan's promissory note, demand promissory note, deferred promissory note, none of the above. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്രീ ഡിസൈഡഡ് പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഉസ്സാൻസ് പ്രോമിസറി നോട്ട്. നെക്സ്റ്റ് വൺ, ആസ് പെർ വിച്ച് ആക്ട് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ മിനിമം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ RBI. ഏതാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മിനിമം SLR? അത് പറയുന്നത് ഏത് ആക്റ്റിലാണ്? സെക്ഷൻ 24 ഓഫ് BR ആക്ട്, സെക്ഷൻ 42 ഓഫ് BR ആക്ട്, സെക്ഷൻ 24 ഓഫ് RBI ആക്ട്, 42 ഓഫ് RBI. കറക്റ്റ് ഓപ്ഷൻസ് ആണ്, നമ്മൾ തിരിപ്പിക്കുക. അതായത് 24 2 ആക്ടും തന്നിട്ടുണ്ട്, 42 2 ആക്ടും തന്നിട്ടുണ്ട്. സോ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാണ്? സെക്ഷൻ 24 കേട്ടോ, സെക്ഷൻ 24 ഓഫ് BR ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ് ഇൻ ബാങ്ക്സ് വിത്ത് എ വ്യൂ ടു കർട്ടൈലിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് നോ യുവർ കസ്റ്റമർ കൊണ്ടുവന്നത്? കറപ്ഷന് എതിരെയാണോ, നോൺ പെർഫോമിംഗ് അസറ്റ്സിനാണോ, മണി ലോണ്ടറിങ്ങിനാണോ, ടാക്സ് ഇവാഷൻ അതിനാണോ? എന്തിനാണ് കൊണ്ടുവന്നത്? ആൻസർ മാർക്ക് ചെയ്തില്ലേ നിങ്ങൾ? മണി ലോണ്ടറിങ്ങിനാണ് കേട്ടോ. മണി ലോണ്ടറിങ്, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി എതിരെയാണ്, അത് കണ്ടുപിടിക്കാനാണ് കേട്ടോ ഈ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നത്. നെക്സ്റ്റ് വീണ്ടും എൻഡോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി, എൻഡോഴ്സ്മെൻറ്റിൻ്റെയൊക്കെ അല്ലേ. വെൻ ദ ഹോൾഡർ ഓഫ് എൻ ഓർഡർ ചെക്ക് സൈൻസ് ഓൺ ദ ബാക്ക് ഓഫ് ഇറ്റ് വിതൗട്ട് ദ നെയിം, പേര് എഴുതിയിട്ടില്ല കേട്ടോ, ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ്, ആർക്കാ കൊടുക്കേണ്ടതെന്ന് പേരൊന്നും എഴുതിയിട്ടില്ല. അങ്ങനത്തെ എൻഡോഴ്സ്മെൻറ്റിന് എന്താ പറയുക? ഇതന്നെ ചോദിക്കണം. ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്, പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്, ഫുൾ എൻഡോഴ്സ്മെൻറ്റ്, റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. എന്താ? പേര് എഴുതിയിട്ടില്ലല്ലോ, അപ്പം എന്താ? ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. ഓക്കെ. സെക്ഷൻ 131 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എക്സ്റ്റെൻസ് പ്രൊട്ടക്ഷൻ ടു. ആരുടെ പ്രൊട്ടക്ഷനാണ് പറയുന്നത്? സെക്ഷൻ 131 ആരുടെ പ്രൊട്ടക്ഷനാണ്? പേയിങ് ബാങ്ക്, കളക്ടിങ് ബാങ്ക്, കൺഫേമിങ് ബാങ്ക്, ഡ്രോയിങ് ബാങ്ക്. പേയിങ്ങും കളക്ടിങ്ങും ഉള്ളൂ, അതിലേതാന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. 131 ആരാ? കളക്ടിങ് ബാങ്ക്. അടുത്തത്, ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺസ് വിൽ ബിക്കം NPA. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺസ് ആണെങ്കിൽ NPA ആകണമെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റും എത്ര നാൾ ഓവർ ഡ്യൂ ആയി കിടക്കണം? 90 days ആണോ, 2 crop season ആണോ, 1 crop season ആണോ, 180 days ആണോ? എത്രയാണ്? നോർമലി 90 days ആണ് കണക്കാക്കുക. ഇവിടെ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പാണ്. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ആവണ കാരണം ഇവിടെ ഏതെടുക്കുക? 2 crop season ആണ് എടുക്കുക കേട്ടോ. ഓക്കെ, 2 crop season കഴിഞ്ഞു കഴിഞ്ഞാലാണ് NPA ആയി കണക്കാക്കുള്ളൂ കേട്ടോ. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അപ്രോച്ച് അഡോപ്റ്റഡ് ബൈ ദ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021? എന്തായിരുന്നു അതിൻ്റെ കീവേഡ്? ഗ്ലോബൽ ഓംബുഡ്സ്മാൻ, റീജിയണൽ ഓംബുഡ്സ്മാൻ, വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ, നോ ഓംബുഡ്സ്മാൻ അപ്രോച്ച്. എന്തായിരുന്നു 2021 ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം? അതിൻ്റെ ഒരു വാക്യം, വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പെക്യുനറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഫോറം അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019? പുതിയ റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പുതിയ റേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. ഇതിൻ്റെ ഡിസ്കഷനിൽ തന്നെ ആയിരിക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊന്നും പറയുന്നില്ല. വാട്ട് ഈസ് ദ, അതായത് ഡിസ്ട്രിക്ട് ഫോറം ആണെന്ന് നോക്കണം. ഡിസ്ട്രിക്ട് ഫോറം ആണ്, അപ്പോൾ ഓരോ ഫോറത്തിനും ഓരോന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഡിസ്ട്രിക്ട് ഫോറത്തിന് എത്രയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് കേട്ടോ. അപ് ടു എത്രയാ? 100 ആണോ, 20 ആണോ, 50 ആണോ? അപ് ടു 50 ആണ് കേട്ടോ. 50 ലക്ഷം വരെയാണ് ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ അണ്ടറിൽ വരിക ജൂറിസ്ഡിക്ഷൻ. നെക്സ്റ്റ് വൺ, 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ടേം ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഇൻ ദ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം? മാക്രോ ഫിനാൻസ് ആണോ, മൈക്രോ ഫിനാൻസ് ആണോ, മെഗാ ഫിനാൻസിങ് ആണോ, അൾട്രാ ലെൻഡിങ് ആണോ? ഏതാ? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്താ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ? ഏതാ? മൈക്രോ ഫിനാൻസ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ലോൺ ടാർഗറ്റ് ഫോർ weaker session beneficiaries for banks other than RRB as per no priority sector guidelines? അതായത് വീക്കർ സെഷൻ ബെനഫിഷ്യറീസ്,
വീക്കർ സെക്ഷൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്, അവരുടെ ലോൺ ടാർജറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അതർ ദാൻ ആർ ആർ ബി അല്ലാത്ത ആൾക്കാരുടെ കേട്ടോ. ഓക്കെ, ഏതാണ്, എത്രയാണ് വരിക, ഏത് പെർസെൻറ്റേജ് ആണ്? നമ്മൾ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് മൊത്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീക്കർ സെക്ഷന് വരിക എത്രയാ? 12% ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, വെൻ ദ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഡ്യൂ ഫോർ പേയ്മെൻറ്റ് ഫ്രം 31st to 60 days ആണെങ്കിൽ, ക്ലാസിഫൈ ചെയ്താണെങ്കിൽ ഇത് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടിൽ ഏത് കാറ്റഗറിയിലാണ് വരിക? When the loan installment is due for payment from 31st days to 60 days, the account is classified as which category of special mention account? SMA 1, SMA 0, SMA 2, none of the above. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 31 to 60 അത് നോക്കണം കേട്ടോ. 90 അതുവരെ ഇങ്ങനെ നോക്കി വരണം. അപ്പോൾ നിങ്ങൾക്ക് എഴുതി നോക്കിയാൽ മതി, കിട്ടണില്ലെങ്കിൽ പെട്ടെന്ന് എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് കിട്ടും കേട്ടോ. 31 to 60 വരെ എന്തിലാണ്? SMA 1ലാണ് കേട്ടോ. ഓക്കെ, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടാണ് ഈ SMA എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് റിട്ടേൺ ഇൻ ദ സെക്യൂരിറ്റി ത്രെഡ് ഓഫ് കറൻസി നോട്ട്സ് ഓഫ് ഹയർ ഡിനോമിനേഷൻ? സെക്യൂരിറ്റി ത്രെഡിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന്? RBI ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഭാരത് ഇൻ ഹിന്ദി, RBI ഇൻ ഭാരത് ഇൻ ഇംഗ്ലീഷ്, RBI ഓൺലി, RBI മാത്രമാണോ എഴുതിയിട്ടുണ്ടാവുക? നൺ ഓഫ് ദി എബോവ് ആണോ? എന്താ എഴുതിയിട്ടുള്ളത് സെക്യൂരിറ്റി ത്രെഡിൽ? കറൻസി നോട്ടിൽ ഹയർ ഡിനോമിനേഷൻസിലാണ്. RBI എന്ന് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടാവും, ഭാരത് എന്ന് ഹിന്ദിയിലും എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. രണ്ടും ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 9 BR Act 9, no banking company shall hold any immovable property, howsoever acquired, except such as is required for its own use for any exceeding -years from the acquisition thereof. അതായത് സെക്ഷൻ 9 പ്രകാരം ബാങ്കിങ് കമ്പനി ഹോൾഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എത്ര കാലം ഹോൾഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? അവരുടെ ആവശ്യങ്ങൾക്കല്ലാതെ, അവരുടെ ആവശ്യമാണെങ്കിൽ അവർക്ക് ആ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതല്ലാതെ ഇത്ര വർഷത്തിൽ കൂടുതൽ അവർ അക്വയർ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അത് എത്ര വർഷമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? 5 വർഷമാണോ, 9 വർഷമാണോ, 7 വർഷമാണോ, 10 വർഷമാണോ? 7 years ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അണ്ടർ ഫാം മെക്കനൈസേഷൻ സ്കീം ലോൺ ഈസ് ഗിവൺ ഫോർ. ഫാം മെക്കനൈസേഷൻ സ്കീം നബാർഡ് കൊടുക്കുന്നുണ്ട്, ബാങ്കുകളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫാം മെക്കനൈസേഷൻ സ്കീം എന്തിനാണ് കൊടുക്കുന്നത്? പ്രൊവൈഡിങ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കൾട്ടിവേഷൻ എക്സ്പെൻസസ്, പർച്ചേസ് ഓഫ് ഫാം എക്യുപ്മെൻറ്റ്സ് ഫോർ ഡിഗിങ് വെൽസ്. അവരതിന് നബാർഡ് അതിന് പ്രത്യേകം പരിഗണന കൊടുക്കുന്നുണ്ട്. നബാർഡ് ഡയറക്റ്റായിട്ട് കൊടുക്കില്ലല്ലോ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയല്ലേ കൊടുക്കുന്നത്. ഇപ്പം മറ്റേ ബാങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഫാം മെക്കനൈസേഷൻ സ്കീം. എന്തിനുള്ളതാണ് ഈ ഫാം മെക്കനൈസേഷൻ സ്കീം എന്ന് വെച്ചാൽ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഫാം എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യാനാണ്. പർച്ചേസ് ഓഫ് ഫാം എക്യുപ്മെൻ്റ് ആണ് ഫാം മെക്കനൈസേഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അവർക്ക് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് വാങ്ങാനാണ്. ഓക്കെ, അടുത്തത് ഗൂഗിൾ പേ എന്ത് തരം കമ്പനിയാണ്? ഫിൻടെക് ആണോ, ടെക്ഫിൻ ആണോ, നിയോ ആണോ, പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണോ? എന്ത് തരം കമ്പനിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് തരം? ഗൂഗിൾ പേ ഗൂഗിൾ പേ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗൂഗിൾ പേ ഒരു ടെക്ഫിൻ കമ്പനിയാണ്. നെക്സ്റ്റ്, റുപ്പേ കാർഡ് ഈസ് ലോഞ്ച്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ. ആരാണ് ലോഞ്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തത്? RBI ആണോ, ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ CCIL ആണോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി IDRBT എന്ന് പറയും കേട്ടോ. അവരാണോ അതോ ഇവരാരും അല്ലേ എന്നും തന്നിട്ടുണ്ട് കേട്ടോ. നൺ ഓഫ് ദി അബവ്. ഇപ്പോൾ റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തതും ഓപ്പറേറ്റ് ചെയ്തതും ആരാണ്? NPCI അല്ലേ? അപ്പോൾ ഇവരിൽ ആരും അല്ല എന്നാണ് ഉത്തരം വരിക. NPCI ആണ് റുപ്പേ കാർഡ് ഈസ് ലോഞ്ച്ഡ് ആൻഡ് ഓപ്പറേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡാഷ് കൺസിസ്റ്റ് ഓഫ് black squares arranged in a square grid on a white background which can be read by an imaging device such as a camera. ഒരു ക്യാമറ വെച്ച് എന്ത് ചെയ്യാം? വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്വയർ ഗ്രിഡ്, ബ്ലാക്ക് സ്ക്വയേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് UPI കോഡാണോ, QR കോഡാണോ, ബീം കോഡാണോ, MICR കോഡാണോ? എന്ത് തരം കോഡാണ് നമുക്കറിയാം അല്ലേ? QR കോഡ്. 45th question. A mandate is: Option A, promise to pay a loan. Option B, an order of the bank to the customer. Option C,
ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ മാൻഡേറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ മാൻഡേറ്റ് എന്താണ്? നമ്മൾ ഒരു പ്രോമിസ് ടു പേ എ ലോൺ ആണോ, അതോ ആൻ ഓർഡർ ഓഫ് ദ ബാങ്ക് ടു ദ കസ്റ്റമർ ആണോ, ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്. അതായത് നമ്മളെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വസ്തുവകകൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആൾക്കാരെയൊക്കെ വെക്കില്ലേ, ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിലുള്ളതാണ്. അപ്പം മാൻഡേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ എന്ത് ചെയ്യുക, ചുമതലപ്പെടുത്തുക, അയാൾക്ക് അതോറിറ്റി കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതിനെയാണ് മാൻഡേറ്റ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ മാൻഡേറ്റിനെ കുറിച്ച് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ. ഗാർണിഷി ഓർഡർ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? പോലീസ് ഓഫീസറാണോ, റവന്യൂ അതോറിറ്റീസ്, ഓപ്ഷൻ സി സിവിൽ കോർട്സ്, ഓപ്ഷൻ ഡി ഇൻ്റലിജൻറ്റ് ബ്യൂറോ. ആരാണ്? സിവിൽ കോടതികളാണ് അല്ലേ. സിവിൽ കോർട്ടുകൾ പുറപ്പെടുവിക്കുന്നതാണ് ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചാർജ് ഓൺ മൂവബിൾ അസറ്റ്സ് വിത്തൗട്ട് പൊസഷൻ ടു ബി ക്രിയേറ്റഡ് ഈസ് എ ചാർജ് നോൺ ആസ്. ദ ചാർജ് ഓൺ മൂവബിൾ അസറ്റ് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ദ ചാർജ് ഓൺ മൂവബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ മൂവബിൾ അസറ്റ്സുമായി ബന്ധം, പക്ഷേ വിത്തൗട്ട് പൊസഷനാണ്. പൊസഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല, പൊസഷൻ കൊടുക്കുന്നില്ല, എന്നാൽ മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ലീനാണോ, അതോ ഹൈപ്പോത്തിക്കേഷൻ ആണോ, പ്ലഡ്ജ് ആണോ, സെറ്റ് ഓഫ് ആണോ, ഏതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഈ മൂവബിൾ അസറ്റ് എന്ന് വരുമ്പം നമുക്ക് രണ്ടാളേനെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഹൈപ്പോത്തിക്കേഷനും മൂവബിൾ അസറ്റുമായി ബന്ധപ്പെട്ടതാണ്, പ്ലഡ്ജും മൂവബിൾ അസറ്റുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടും മൂവബിൾ അസറ്റ് തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താ ഹൈപ്പോത്തിക്കേഷനും പ്ലഡ്ജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലഡ്ജിൽ പൊസഷൻ ആരുടെ കയ്യിലാണ്? ഇപ്പം നമ്മൾ ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുന്നു അല്ലേ, ഗോൾഡ് നമ്മൾ കൊണ്ടു കൊടുക്കണില്ലേ, നമ്മുടെ ഗോൾഡ് അവിടെ വാങ്ങി വെച്ചാലല്ലേ അവർ നമുക്ക് കാശ് തരുള്ളൂ. അപ്പോൾ പൊസഷൻ നമ്മുടെ കയ്യിലാണോ? അല്ല, അവരുടെ കയ്യിലാണ് അല്ലേ, ബാങ്കിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്ലഡ്ജ് വരാത്തത്. ഇവിടെ ഉത്തരമായിട്ട് വരിക എന്താണ്? ഹൈപ്പോത്തിക്കേഷനാണ് വരിക അല്ലേ. ഇവിടെ പണയ വസ്തു വിത്തൗട്ട് പൊസഷനാണ്. മൂവബിൾ അസറ്റ് വിത്തൗട്ട് പൊസഷൻ, പൊസഷനോ ഓണർഷിപ്പോ കൈമാറ്റം ചെയ്യാതെ തന്നെ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു മൂവബിൾ അസറ്റ്സിന് മേൽ. അതാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 48 കേട്ടോ. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ കേസ് ഓഫ് റെമിറ്റൻസ്. അപ്പോൾ രണ്ടാമത്തെയാണ് നമ്മൾ കാണുന്നത്. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മുമ്പ് ചോദിച്ചു. അപ്പോൾ ഇവിടെ റെമിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. റെമിറ്റൻസ് വരുമ്പം ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? അതായത് ബേസിക്കായ റിലേഷൻഷിപ്പ് തന്നെയായ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് ഇവിടെ വരിക കേട്ടോ. ഏതാ വരിക? ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. ലെസ്സർ ലെസ്സി അല്ല, ക്രെഡിറ്റർ ഡെറ്റർ അല്ല, ട്രസ്റ്റി ബെനിഫിഷ്യറി അല്ല, ഡെറ്റർ ക്രെഡിറ്റർ. ഓക്കെ, അതാണ് എന്ത്? റെമിറ്റൻസ് എന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, റെമിറ്റൻസിൻ്റെ സമയത്ത് വരിക ഡെറ്റർ ക്രെഡിറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് among the following group of instruments can be crossed by the drawer or holder? ഡ്രോയർക്കോ ഹോൾഡർക്കോ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണെന്ന് കേട്ടോ. ഓപ്ഷൻ എ ഏതാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്. ഓപ്ഷൻ ബി ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് ചെക്ക്. പിന്നെ ഓപ്ഷൻ സി വന്നിട്ടുള്ളത് പ്രോമിസറി നോട്ടും ഡിമാൻഡ് ഡ്രാഫ്റ്റും തന്നിട്ടുണ്ട്. ഡെലിവറി ഓർഡർ ആൻഡ് പ്രോമിസറി നോട്ട് തന്നിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ബി ആയ ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് ചെക്കാണ് ആൻസറായിട്ട് വരിക കേട്ടോ. ഏതാണ് ആൻസറായിട്ട് വരിക? ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് ചെക്ക്. ആർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നത്? ഡ്രോയർക്കോ ഹോൾഡർക്കോ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണ്? ബാങ്ക് ഡ്രാഫ്റ്റും ചെക്കുമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എ പേയ്മെൻറ്റ് ടു ബി ക്രിയേറ്റഡ് ആസ് എ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നന്നായി നോക്കി വായിച്ച് മനസ്സിലാക്കി ചെയ്യണം. ഇനിയൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഡയറക്റ്റ് വേയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കാലമൊക്കെ കടന്നുപോയി. അപ്പോൾ ഈ പേയ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് എ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന ഏതൊക്കെ കണ്ടീഷൻസാണ്? പേയ്മെൻറ്റ് ടു ദ പേഴ്സൺ ഇൻ പൊസഷൻ, കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് പേയ്മെൻറ്റ് നൽകുക. പേയ്മെൻറ്റ് ആസ് പെർ അപ്പാരൻറ്റ് ടേണർ, അതുപോലെ പേയ്മെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് നെഗ്ലിജൻസ്. എമംഗ് ദ ഫോളോവിങ് ആൻസേഴ്സ് ബേസ്ഡ് ഓൺ ദ എബവ് 3 പോയിൻറ്റ്സ് വിച്ച് വൺ ഈസ് കറക്റ്റ്. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ് കറക്റ്റായിട്ടുള്ളത്? പേയ്മെൻറ്റ് ടു ദ പേഴ്സൺ ഇൻ പൊസിഷൻ, പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ട്രീറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ടു ദ പേഴ്സൺ ഇൻ പൊസിഷൻ കറക്റ്റാണ്. പേയ്മെൻറ്റ് ആസ് പെർ അപ്പാരൻറ്റ് ടെണറാണ്. പേയ്മെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് നെഗ്ലിജൻസ് ആണ്. അത് മൂന്നും കറക്റ്റാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 1, 2, 3 ഓൾ ആർ കറക്റ്റ്. പിന്നെ പ്രത്യേകം നോക്കുക, നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കണം. ആക്ട് മാത്രമല്ല, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റുകളൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. സോ ആ ഭാഗം നന്നായി നോക്കണം. അടുത്തത് ലീനുമായി ബന്ധപ്പെട്ടതാണ്. അതും ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പാണ്. വീണ്ടും ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് കണ്ടു. ലീൻ ഈസ് എക്സസൈസബിൾ ഇൻ വിച്ച് ഓഫ് ദ ബാങ്കർ റിലേഷൻഷിപ്പ്. ലീന് ഏത് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിലാണ് ലീന് പ്രയോഗിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ബെയിലർ ആൻഡ് ബെയിലി ആണോ, ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ആണോ, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻ്റ് ആണോ, ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ് കേസിലാണോ, ഏത് കേസിലാണ്? ബാങ്കർ അവിടെ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ബാങ്കർ കസ്റ്റമർ. ഓക്കെ, പ്രത്യേകം നോക്കണം, ബാങ്കർ കസ്റ്റമറാണ് ലീന്. അപ്പോൾ ലീനിൻ്റെ സമയത്ത് ബാങ്കർ ആരാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ലീനിൻ്റെ സമയത്ത് ബാങ്കർക്കാണ് എന്ത് പൊസഷൻ അല്ലേ, ബാങ്കർ കൈവശം വെച്ചിട്ടുണ്ടാവും അല്ലേ. ആ ബാങ്കർക്ക് നമ്മൾ കൊടുക്കേണ്ട തുക കൊടുത്താൽ മാത്രമേ ബാങ്ക് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിട്ടു തരുള്ളൂ അത്. അപ്പോൾ അതുകൊണ്ട് ബാങ്കർ ക്രെഡിറ്ററാണ് അവിടെ. ഓക്കെ, അപ്പോൾ ബെയിലർ ബെയിലി അല്ല, ക്രെഡിറ്റർ ഡെറ്റർ ആണോ, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻ്റ് ആണോ, ലാൻഡ് ലോഡ് ആൻഡ് ടെനൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാ വരിക? ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ആണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ലീൻ ഈസ് എക്സസൈസബിൾ ഇൻ വിച്ച് ഓഫ് ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡാഷ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് വിത്ത് റിലാക്സ്ഡ് KYC റിക്വയർമെൻറ്റ്. റിലാക്സ്ഡ് KYC റിക്വയർമെൻറ്റോട് കൂടിയിട്ട് ഏത് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ? കറണ്ട് അക്കൗണ്ട് ആണോ, FD ആണോ, റിക്കറിംഗ് ആണോ, സ്മോൾ ബാങ്ക് അക്കൗണ്ട് ആണോ? ഏത് അക്കൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്? നമുക്കറിയാം അല്ലേ, റിലാക്സ്ഡ് KYC ഉള്ളത് സ്മോൾ ബാങ്ക് അക്കൗണ്ടാണ്. ഇപ്പോൾ സ്മോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ കുറേ റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഹിന്ദു മൈനർ ദ നാച്ചുറൽ ഗാർഡിയൻ ഈസ് ഡിറ്റർമിൻഡ് ആസ് പെർ വിച്ച് ആക്ട്? ഏത് ആക്ട് പ്രകാരമാണ് ഹിന്ദു ഗാർഡിയൻ? ഇപ്പം ഫാദറും മദറും, ആദ്യം നമ്മൾ ഫാദറാണ് കൊടുത്തിരുന്നത്, ഇപ്പോൾ രണ്ടും അലൗബിൾ ആണ് കേട്ടോ. അങ്ങനെയാണ്. ഇനി ആൻസർക്ക് എന്താ കൊടുക്കുകയെന്ന് അറിയില്ല നമുക്ക്. നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ലോ പ്രകാരം ഫാദറാണ് വരാറ് അല്ലേ. ബാങ്കിങ് സെൻസിൽ ഫാദറായാലും മദറായാലും രണ്ടാൾക്കും ഈക്വലാണ്. അപ്പോൾ ഇവിടെ ഫാദറാണ് നമ്മൾ കാണാറ് കേട്ടോ. അപ്പോൾ ഇത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ്? ഹിന്ദു സക്സഷൻ ആക്ടാണോ, ഇന്ത്യൻ മെജോറിറ്റി ആക്ടാണോ, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടാണോ, നൺ ഓഫ് ദി അബവ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് ആക്ട് പ്രകാരമാണ്? ഹിന്ദു മൈനോറിറ്റി ഗാർഡിയൻഷിപ്പ് ആക്ട് പ്രകാരമാണ് എന്ത് നാച്ചുറൽ ഗാർഡിയൻ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക് ടാർജറ്റ് ഫോർ ടോട്ടൽ ഫിനാൻസ് അണ്ടർ പ്രയോറിറ്റി സെക്ടർ ഈസ് മിനിമം ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദെയർ അഡ്ജസ്റ്റ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്. RRBയുടെ ടാർജറ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പ്രയോറിറ്റി സെക്ടറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അതിൽ കൂട്ടത്തിൽ തന്നെ RRBയുടെ സ്പെഷ്യലി നോക്കി വെക്കണം. ഓക്കെ, RRBയുടെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഫിനാൻസ് അണ്ടർ പ്രയോറിറ്റി സെക്ടർ മിനിമം എത്ര പെർസെൻറ്റേജ് മാറ്റി വെക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ 40% ആണോ, 60% ആണോ, 75% ആണോ, 50% ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 75% ആണ് കേട്ടോ. നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കണ്ടു 40% ആയിരുന്നു എന്ന്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആരുടെയാണ്? RRBസിനാണ്. RRBസിന് 75% ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വിത്തിൻ ദ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ടോട്ടൽ അഗ്രികൾച്ചറൽ അഡ്വാൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് മിനിമം എത്ര മാറ്റി വയ്ക്കണം എന്ന്. അഗ്രികൾച്ചറൽ അഡ്വാൻസസ് ഓഫ് എ ബാങ്ക് ഷുഡ് ബി മിനിമം % ഓഫ് ഇറ്റ്സ് ANBC ഓർ COB വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ ഓരോന്നിനും വീക്കർ സെക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചു. അഗ്രികൾച്ചറിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും മാറ്റി വെച്ചിട്ടുണ്ട് പ്രയോറിറ്റി സെക്ടറിൽ ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കണം. അതുകൂടാതെ ഇതിൻ്റെ പെർസെൻറ്റേജസ് നോക്കണം. അപ്പോൾ അഗ്രികൾച്ചറിൽ എത്രയാണെന്നാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. 25 ആണോ, 10 ആണോ, 18 ആണോ, 40% ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 18% ആണ് കേട്ടോ. 18%. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിവ്യൂ ഓഫ് മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി ഈസ് കണ്ടക്റ്റഡ് ബൈ RBI ഓൺ. അതായത് RBI മോണിറ്ററി ക്രെഡിറ്റ് പോളിസി റിവ്യൂ ചെയ്യും അല്ലേ. അത് ഏത് സമയത്തിൽ, ഏത് ഇടവേളകളിലാണ് റിവ്യൂ ചെയ്യാമെന്നാണ്. കാരണം മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്, അവർ കൂടുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബൈ മന്ത്ലി ആണോ, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർലി, അതായത് 2 മാസം കൂടുമ്പോഴാണോ, ക്വാർട്ടർലി ബേസിസിൽ 3 മാസം കൂടുമ്പോഴാണോ, അതോ 6 മാസം കൂടുമ്പോഴാണോ, അതോ ഇയർലി ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരിക? ബൈ മന്ത്ലി. 2 മാസം കൂടുമ്പോഴാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, മിസ്റ്റർ അരവിന്ദ് ഹാസ് എൻഡോസ്ഡ് എ ചെക്ക് യൂസിങ് ദ വേർഡ് പെയ്ഡ് ടു മിസ്റ്റർ ഗോപാൽ വിത്തൗട്ട് മൈ ലയബിലിറ്റി എന്നും പറഞ്ഞിട്ട് ഒരു ചെക്ക് എൻഡോസ് ചെയ്തു. ഇത്തരത്തിലുള്ള എൻഡോസ്മെൻറ്റിന് പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് അങ്ങനെയുള്ള പേര്? വിത്തൗട്ട് മൈ ലയബിലിറ്റി എന്ന വാക്ക് വന്നുല്ലോ. അപ്പോൾ ഏതാണ്? പാർഷ്യൽ എൻഡോസ്മെൻ്റ് ആണോ, ഫാക്കൾട്ടേറ്റീവ് ആണോ, സാൻസ് റീകോസ് ആണോ? വിത്തൗട്ട് മൈ ലയബിലിറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ ഏതാണ്? സാൻസ് റീകോസ് ആണോ, ബ്ലാങ്ക് എൻഡോസ്മെൻ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ നമുക്കത് ഏതാണെന്ന് മനസ്സിലാവും. സാൻസ് റീകോസ്, വിത്തൗട്ട് മൈ ലയബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It is mandatory on the part of banks not to ask for collateral security in the following cases. താഴെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിൽ ബാങ്ക് കൊളാട്രൽ മേടിക്കാൻ പാടില്ല. കൊളാട്രൽ മേടിക്കാത്ത വേറെയും സാഹചര്യങ്ങളുണ്ട്, നമ്മളത് പറഞ്ഞായിരുന്നു കേട്ടോ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കഷൻ്റെ സമയത്ത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉത്തരം മാത്രം പറഞ്ഞു പോവാം കേട്ടോ. എനി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻക്ലൂഡിങ് ക്രോപ്പ് ലോൺ അപ് ടു 2 lakh, എഡ്യൂക്കേഷണൽ ലോൺ അപ് ടു 4 lakh, ക്രെഡിറ്റ് ടു MSME അപ് ടു 10 lakh, ഓൾ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏത് കണ്ടീഷനിലാണ്? ഈ താഴെ കൊടുത്തിട്ടുള്ള എല്ലാ കണ്ടീഷനിലും കൊളാട്രൽ ഫ്രീ ആയിട്ടാണ് കേട്ടോ, സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കണം. അതുകൊണ്ട് ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, വാട്ട് ഈസ് ദ മാക്സിമം കോമ്പൻസേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ അവാർഡ് ഓഫ് ലോസ് ഓഫ് ടൈം എക്സ്പെൻസ് ആൻഡ് മെൻ്റൽ അഗണിക്കൊക്കെ ആങ്കിഷ് അണ്ടർ ദ സ്കീം. അതായത് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ 2021 പ്രകാരം മാക്സിമം കോമ്പൻസേഷൻ മെൻ്റൽ അഗണിക്ക് എത്രയാണ് കൊടുക്കുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. എത്രയാ? 5 lakh ആണോ, 10 lakh ആണോ, 1 lakh ആണോ, 20 lakh ആണോ? 1 lakh ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് 60 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ ഡിജിറ്റൽ ബാങ്കിങ്? എന്താണ് പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പണി ഡിജിറ്റൽ ബാങ്കിങ്ങിൽ? പർപ്പസ്, ഉദ്ദേശമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ടു പ്രോസസ് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ്, പിന്നെ ടു എൻഷുർ സെക്യൂർ ഓൺലൈൻ പർച്ചേസസ് ആൻഡ് പേയ്മെൻറ്റ്സ്, ടു ഡെലിവർ ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്, ടു പ്രൊവൈഡ് ബാങ്കിങ് സർവീസസ് ടു റൂറൽ ഏരിയാസ്. ഇതിലേതാണ് ഉത്തരമായിട്ട് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻ്റർ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താനാണോ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ ഉപയോഗിക്കുന്നത്?
അതോ സെക്യൂർ ഓൺലൈൻ പർച്ചേസസ് ആൻഡ് പേയ്മെൻ്റ് ആണോ? എന്താണ് ചെയ്യുന്നത് ഇവിടെ? എന്താണ് സെക്യൂർ ചെയ്യാനല്ലേ പേയ്മെൻറ്റ് ഗേറ്റ്വേ? എന്തിനാ? ടു എൻഷുർ സെക്യൂർ ഓൺലൈൻ പർച്ചേസസ് ആൻഡ് പേയ്മെൻ്റ് ആണ് കേട്ടോ. അതാണ് സംഭവം. അതായത് സെക്യൂരിറ്റിക്ക് വേണ്ടി ഓൺലൈൻ പർച്ചേസസ് ആൻഡ് പേയ്മെൻറ്റ് സെക്യൂറായി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ ബാങ്കിങ്ങിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ പർപ്പസ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് നോർമലി പെയ്ഡ് ഇൻ. ഈ ക്വസ്റ്റ്യനിൽ അവർ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ആ ഉത്തരമാണ് നൽകിയത്. പക്ഷെ അവർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആൻസർ കീയാണ് പ്രൊവൈഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില ക്വസ്റ്റ്യൻസിൽ തമാശകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പ്രത്യേകം പഠിക്കുന്നു. കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നോർമലി കൊടുക്കുന്നത് എപ്പോഴാണ്? എവറി മന്ത് ആണോ, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർലി ആണോ, ഇയർലി ആണോ ചോദിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഹാഫ് ഇയർലി ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കത് പഠിക്കാം. കൊമേഴ്ഷ്യൽ ബാങ്കെന്ന് സത്യം പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കെന്ന് തരണം, അല്ലെങ്കിൽ തരാതെയാണെങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കാണ് എടുക്കാറ്. ഓക്കെ, അപ്പോൾ ഇവരങ്ങനെയാണ് ആൻസർ കീ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കോപ്പറേറ്റീവ് ബാങ്കെന്ന് പഠിച്ചിട്ട് ഹാഫ് ഇയർലി എന്ന് പഠിക്കാം. മാക്സിമം ടെന്യൂർ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എത്രയാണ്? മിനിമം മാക്സിമം ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ചോദിക്കാറുണ്ട്. മാക്സിമം എത്ര വർഷമാണ് ഇടാൻ പറ്റുക ഫിക്സഡ് ഡെപ്പോസിറ്റ്? ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റിസിപ്റ്റ് പിന്നെ നെഗോഷ്യബിൾ ആണോ? അല്ലേ, നോട്ട് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ അതൊക്കെ, അതുപോലെ നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ടെന്യൂറും എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. മാക്സിമം എത്ര കൊല്ലം? 10 വർഷമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് PMJDY അക്കൗണ്ട്? മിനിമം എത്ര ഡെപ്പോസിറ്റ് വേണം? 500 ആണോ, 100 ആണോ, നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് ആണോ, 10 രൂപയാണോ? PMJDY അല്ലേ, അപ്പം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വേണ്ട മിനിമം ഡെപ്പോസിറ്റ് ആവശ്യമില്ല. സോ നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് ആണ് വേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ക്യാൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ബി ഇഷ്യൂഡ് ക്രെഡിറ്റ് കാർഡ്? ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റുമോ ഇല്ലിറ്ററേറ്റ് പേഴ്സണ്? നോ, കാൺ ബി ഇഷ്യൂഡ് ഇഫ് ഇറ്റ് ഈസ് എ ജോയിൻ്റ് അക്കൗണ്ട് വിത്ത് ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ കൊടുക്കാം അല്ലേ. യെസ്, ഡെബിറ്റ് കാർഡ് ക്യാൻ ബി ഇഷ്യൂഡ് ഇഫ് ദ മിനിമം ബാലൻസ് 1000 വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഏതാണ്? ഇല്ലിറ്ററേറ്റ് പേഴ്സണ് ഡെബിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊടുക്കാം കേട്ടോ. യെസ്, ഡെബിറ്റ് കാർഡിന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നില്ല. സോ ഡെബിറ്റ് കാർഡ് കൊടുക്കാം. പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ അറിയില്ല, അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. അവർക്ക് വിശ്വസ്തരായ ഒരാളെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. അല്ലാതെ അവർക്ക് ഡെബിറ്റ് കാർഡ് കൊടുക്കില്ല എന്ന് പറയാനുള്ള ഒരു സംവിധാനം ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ മേക്കിംഗ് നോമിനേഷൻ സിഗ്നേച്ചർ ഓഫ് നോമിനി ഈസ് റിക്വയർഡ് ഓൺ? അതായത് നമ്മളൊരാളുടെ പേര് നോമിനിയായി എഴുതി ചേർക്കുകയാണ്. അപ്പോൾ അയാളുടെ സിഗ്നേച്ചർ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൻ്റെ സമയത്ത് വേണോ, നോമിനേഷൻ ഫോം വേണോ, അഫിഡവിറ്റ് വേണോ, സിഗ്നേച്ചർ ഓഫ് നോമിനി നോട്ട് റിക്വയർഡ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ ഉത്തരമായിട്ട് വരിക? നോമിനേഷനിൽ നമ്മളൊരാളുടെ പേര് നോമിനിയായിട്ട് എഴുതി ചേർത്തു, ഹസ്ബൻഡിൻ്റെ പേര് ചേർത്തു, വൈഫാണെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിൻ്റെ പേര് ചേർത്തു. അപ്പോൾ അവരുടെ സിഗ്നേച്ചർ ആവശ്യമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. വേണ്ട കേട്ടോ, സിഗ്നേച്ചർ ഓഫ് നോമിനി ഈസ് നോട്ട് റിക്വയർഡ്. ആവശ്യമില്ല. നമ്മളൊരാളെ നോമിനി വെച്ച് കഴിഞ്ഞാൽ അയാൾ അറിയണമെന്നുള്ള നിർബന്ധം കൂടിയില്ല. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞ് നമുക്ക് നോമിനിയെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുത്താൽ അവർ മാറ്റിത്തരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഈസ് മെയിൻറ്റൈൻഡ് ബൈ ബാങ്ക്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോവിങ്? എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയുടെ ബേസ്? ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ് ആണോ, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ആണോ, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ആണോ, നെറ്റ് വർത്ത് ഓഫ് ദ ബാങ്ക് ആണോ? എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കറിയാം നെറ്റ് DTL എന്ന് പറയും അല്ലേ. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ആണ് SLRൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു റെഡ്യൂസ് ലിക്വിഡിറ്റി ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. ഈ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഓപ്ഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായത്, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അവർ കൊടുത്തിരുന്നത്, അവർ ചെറിയൊരു ഓപ്ഷൻസിൽ കുറച്ചൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ ഡിലീറ്റ് ചെയ്തത്, ക്യാൻസൽ ചെയ്തത് ഉത്തരം. നമുക്കെന്തായാലും അത് വലിയ ഓപ്ഷൻസ് ഒന്ന് തിരുത്തിയാൽ മതി. വെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു റെഡ്യൂസ് ലിക്വിഡിറ്റി സിസ്റ്റം, കുറയ്ക്കണമെങ്കിൽ അവരെന്തൊക്കെ റെഡ്യൂസ് ചെയ്യണം? എല്ലാം റെഡ്യൂസ് ചെയ്യണം. ദേ വിൽ ഇൻക്രീസ് CRR കൂട്ടുക, അതുപോലെ റിപ്പോ റേറ്റ് കൂട്ടുക, റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുക, പിന്നെ ഓൾ ഓഫ് ദിസ്, ഇവയെല്ലാം എന്നാണ് ഉത്തരമായിട്ട് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ലിക്വിഡിറ്റി കുറയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. ലിക്വിഡിറ്റി കുറയ്ക്കുമ്പം റേറ്റുകൾ കൂട്ടുക. റേറ്റുകൾ കൂട്ടുമ്പം തന്നെ ലിക്വിഡിറ്റി കുറയും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഓൾ ഓഫ് ദിസ്, ഇതെല്ലാം എന്ത് ചെയ്യുക? ആപ്ലിക്കബിൾ ആക്കിയാൽ ലിക്വിഡിറ്റി റെഡ്യൂസ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്ക്സ് ക്ലാസിഫൈ NPA അക്കൗണ്ട് ഇൻറ്റു. NPA അക്കൗണ്ട് ആണ് കേട്ടോ, വെറും അക്കൗണ്ട് അല്ല. NPA അക്കൗണ്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ 2 കാറ്റഗറി ആണോ? സബ്സ്റ്റാൻഡേർഡും ഡൗട്ട്ഫുള്ളും. പിന്നെ സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്. പിന്നെ സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്. പിന്നെ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടും സബ്സ്റ്റാൻഡേർഡ് അക്കൗണ്ടും. ഇതിലേത് രീതിയിലാണ് നമ്മുടെ NPA അക്കൗണ്ട് തരംതിരിക്കുന്നത്? അപ്പോൾ സ്റ്റാൻഡേർഡ് വരാൻ പാടില്ല. സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞാൽ NPA അല്ലല്ലോ. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് വരുന്ന ഓപ്ഷൻസ് വേണ്ട. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടും ആവാതിരിക്കാം എന്നുള്ള രീതിക്ക് നിൽക്കണതാണല്ലോ, അപ്പോൾ അതും വരാൻ പാടില്ല. ഉത്തരമായിട്ട് വരിക കേട്ടോ. 3 കാറ്റഗറീസ്: സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ്. ഓക്കെ, സബ്സ്റ്റാൻഡേർഡും ഡൗട്ട്ഫുള്ളും ലോസ് അക്കൗണ്ടും 3 രീതിയിലാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ, ഡൽഹി, പൂനെ, കൈറ. എവിടെയാണുള്ളത് നബാർഡിൻ്റെ ആസ്ഥാനം? മുംബൈ. നെക്സ്റ്റ്, എമംഗ് ദ ഫോളോയിങ് വൺ ഈസ് നോട്ട് ദ ഫീച്ചർ ഓഫ് പേയ്മെൻറ്റ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പ്രൊവൈഡ് കറണ്ട് ആൻഡ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഗിവിങ് ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്, ATM ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി, ഓൺലൈൻ ബാങ്കിങ്. അപ്പോൾ ഇല്ല, അല്ലാത്തതാണ് കേട്ടോ, നോട്ടാണ് വരില്ല. നോട്ട് ദ ഫീച്ചർ എന്ന് വെച്ചാൽ പ്രൊവൈഡ് കറണ്ട് ആൻഡ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഫീച്ചറാണ്. ഗിവിങ് ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഫീച്ചറാണോ? പേയ്മെൻറ്റ് ബാങ്ക് ലോൺ കൊടുക്കുമോ? കൊടുക്കില്ല കേട്ടോ. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുമോ? കൊടുക്കില്ല. ഡെബിറ്റ് കാർഡ് കൊടുക്കാം കേട്ടോ, ATM കാർഡ് കൊടുക്കാം, അത് ഓക്കെയാണ്. ഓൺലൈൻ ബാങ്കിങ് ചെയ്യാം, അതും ഓക്കെയാണ്. റെമിറ്റൻസും അങ്ങനത്തെ കാര്യങ്ങൾ അതും ഇതൊക്കെ ചെയ്യാം. ഏജൻസി സർവീസസ് ഒക്കെ ചെയ്യാം. പക്ഷേ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ബാങ്കിങ് കൺസിസ്റ്റ് ഓഫ്. പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ഗിഫ്റ്റ് കാർഡ്, മൊബൈൽ വാലറ്റ്, സ്മാർട്ട് കാർഡ്, ഓൾ ഓഫ് ദി എബോവ്. ഇതിലേതാണ് പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്? ഏതൊത്രയായിട്ട് വരിക? ഓൾ ഓഫ് ദി എബോവ് കേട്ടോ. എല്ലാം പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റിൽ പെട്ടതാണ് കേട്ടോ. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ ഫീച്ചർ ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ്. ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ ഫീച്ചർ എന്താണ്? പ്രീപെയ്ഡ് ആണോ, സെക്യൂർ ഫോർ പേയി ആണോ, ഗ്യാരണ്ടീഡ് പേയ്മെൻ്റ് ആണോ, ഓൾ ഓഫ് ദി എബോവ് ആണോ? എന്താണ് ഉത്തരമായിട്ട് വരിക? ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇതെല്ലാം ബാങ്ക് ഡ്രാഫ്റ്റ് ആണ് കേട്ടോ. പ്രീപെയ്ഡ് ആണ്, പേയ്ക്ക് സെക്യൂർ ആണ്, ഗ്യാരണ്ടീഡ് പേയ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും ലഭിക്കുമല്ലോ, ഗ്യാരണ്ടീഡ് പേയ്മെൻ്റ് അല്ലേ, അതാണ് പറയുന്നത്. ഓൾറെഡി ബാങ്ക് പൈസ വാങ്ങിയിട്ടല്ലേ പിന്നെ DD മാറുക. സോ ഗ്യാരണ്ടീഡ് പേയ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
എ കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് മണി ടു എ ബാങ്കർ. അവരുടെ റിലേഷനാണ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് മണി ടു എ ബാങ്കറാണ് കേട്ടോ. അപ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്രെഡിറ്റർ ഡെറ്റർ, ഡെറ്റർ ക്രെഡിറ്റർ, ഏജൻറ്റ് പ്രിൻസിപ്പൽ, ബെയിലി ബെയിലർ. നോർമൽ റിലേഷൻഷിപ്പ് അല്ലേ. കസ്റ്റമർ മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാങ്കർ ആരാണ് ബാങ്കർ? ബാങ്കർ ഡെറ്റർ അല്ലേ, കാശ് ഇങ്ങോട്ട് തന്നില്ലേ. അപ്പോൾ ബാങ്കർ ഡെറ്ററാണ്, കസ്റ്റമർ ക്രെഡിറ്ററാണ്. റീജിയണൽ റൂറൽ ബാങ്ക് സെറ്റപ്പ് ചെയ്ത വർഷം ഏതാ വർഷം? RRB സെറ്റപ്പ് ചെയ്ത വർഷം ഏതാ? 20 പരിപാടിയുടെയൊക്കെ ഭാഗമായിട്ട് വന്നതല്ലേ, 1975. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ റോട്ട് ദ ബുക്ക് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആൻഡ് എക്സ്പോസിഷൻ ഓഫ് മോഡേൺ സോഷ്യലിസം? ഏതാത്? റോബർട്ട് ഓവൻ ആണോ, ലോറൻസ് ഗ്രൗണ്ട് ആണോ, ഡോക്ടർ വില്യം കിങ് ആണോ, ആഡം സ്മിത്ത് ആണോ? ആരാണ്? ഡിസ്കഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അത് ഡിഫറെൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ്, പഠിക്കണം എന്ന് കേട്ടോ. ലോറൻസ് ഗ്രൗണ്ടാണ്, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ആർ മീൻ ടു റെഗുലേറ്റ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം? റെഗുലേറ്റ് ചെയ്യുന്ന ആക്റ്റുകൾ ഏതെല്ലാമാണ്? NA ആക്ട് ഉണ്ട്, BR ആക്ട് ഉണ്ട്, കമ്പനീസ് ആക്ട് ഉണ്ട്, RBI ആക്ട് ഉണ്ട്, BR ആക്ട് ഉണ്ട്, കമ്പനീസ് ആക്ട് ഉണ്ട്, BR ആക്ട് ഉണ്ട്, പിന്നെ PMLA ഉണ്ടല്ലോ, മണി ലോണ്ടറിങ് ആക്ട് ഇല്ലേ, RBI ആക്ട് ഉണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. ഏതാണ്? നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. RBI ആക്റ്റും BR ആക്റ്റുമാണ്. അപ്പം നമുക്ക് NA ആക്ട് പഠിക്കാനില്ലേ? ഉണ്ട്. പക്ഷെ അത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതല്ല. ഓക്കെ, അതുകൊണ്ട് ഏതാ? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. RBI ആക്ട് ആൻഡ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ഇഷ്യൂഡ് ലൈസൻസ് ഫോർ ക്യാരിയിങ് ബാങ്കിങ് ബിസിനസ് അണ്ടർ. RRB ഉണ്ടല്ലോ, RRB ലൈസൻസ് ക്യാരി ചെയ്യുന്നത് ആരുടെ കയ്യിൽ നിന്ന് ലൈസൻസ് വാങ്ങണം? ഏത് ആക്ട് പ്രകാരമാണ് പറയുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമല്ലേ പറയുന്നത്? അതെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് അല്ല, കമ്പനീസ് ആക്ട് അല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ല, BR ആക്ട് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് കനോട്ട് ഗീവ് എനി ലോൺസ് ടു കസ്റ്റമേഴ്സ്? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ലോൺസും ക്രെഡിറ്റ് കാർഡും കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ. ആരാ കക്ഷി? റീറ്റെയിൽ ബാങ്ക് ആണോ, പേയ്മെൻറ്റ് ബാങ്ക് ആണോ, സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണോ, യൂണിവേഴ്സൽ ബാങ്ക് ആണോ? ആരാണ് ലോണും ക്രെഡിറ്റ് കാർഡും കൊടുക്കാത്ത ടീം? ആരാ? പേയ്മെൻറ്റ് ബാങ്ക് അല്ലേ. ഓക്കെ. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ഇൻ ക്യാഷ് അണ്ടർ KYC ഡയറക്റ്റീവ്സ് ഓഫ് RBI? എത്ര രൂപയാണ് പറയുന്നത്? ബാങ്ക് ഡ്രാഫ്റ്റ് ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് KYC ഡയറക്റ്റീവ്സ് പ്രകാരം ബാങ്കിന് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാവുന്ന തുകയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 50,000 or less, 50,000 or more, less than 50,000, more than 50,000. ഏതാണ്? ലെസ് ദാൻ 50,000 കേട്ടോ. 50,000 താഴെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് വീണ്ടും ബാങ്കർ റിലേഷൻഷിപ്പാണ്. പേഴ്സൺ ടു ഹൂം പവർ ഓഫ് അറ്റോർണി ഈസ് ഗിവൺ ഈസ് കോൾഡ് ഡാഷ് ആൻഡ് ഹൂ ഗീവ്സ് ഇറ്റ് ഈസ് കോൾഡ്. പവർ ഓഫ് അറ്റോർണി കൊടുക്കുമ്പോഴത്തെ റിലേഷനാണ്. പേഴ്സണും പവർ ഓഫ് അറ്റോർണി കൊടുക്കുമ്പോഴുള്ള റിലേഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. പവർ ഓഫ് അറ്റോർണി കൊടുക്കുമ്പോഴുള്ള റിലേഷൻ ഏതാണ്? ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ഡെറ്റർ ക്രെഡിറ്ററാണ്. പിന്നെ ബി പറഞ്ഞിട്ടുള്ളത് പോണർ പോണി എന്ന് പറഞ്ഞ റിലേഷനാണ്, പോണർ പോണി. പിന്നെ ബെയിലി ബെയിലർ കൊടുത്തിട്ടുണ്ട്, ഡോണി ഡോണർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡോണി ഡോണർ. അപ്പോൾ പവർ ഓഫ് അറ്റോർണി ഉള്ളപ്പോൾ ഏതാ റിലേഷൻഷിപ്പ്? ഡോണി ഡോണർ. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് ചെയ്ത സാധ്യതയുണ്ട്. ഡോണി ഡോണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് 80ാമത്തെ ക്വസ്റ്റ്യൻ. തീരാനായിട്ടോ, ഞാൻ അധികമില്ല. A and B മെയിൻറ്റെയിൻസ് ജോയിൻ്റ് അക്കൗണ്ട് കേട്ടോ. F or S എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോർമർ ഓർ സർവൈവർ ആ ഒരു ക്ലോസ് ആണെന്ന് മനസ്സിലാക്കണം. B gives notice to you stating that bank should not make any payment. എക്ക് ഒന്നും കൊടുക്കരുത് ബിയുടെ സൈൻ ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട്
നോട്ടീസ് കൊടുക്കുകയാണ് കേട്ടോ. ജോയിൻ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ആക്ട് ആസ് പെർ ദ നോട്ടീസ് ഓഫ് ബി ആൻഡ് സീക്ക് സിഗ്നേച്ചർ ഓഫ് എ ആൻഡ് ബി ഇൻ ദ അക്കൗണ്ട്. ഇഗ്നോർ ദ നോട്ടീസ് ഇഗ്നോർ ചെയ്യും ബിയിൽ നിന്നുള്ള. ബിക്കോസ് ഹീ വിൽ കം ഇൻ ടു പിക്ചർ ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ. അതായത് ഫോർമർ ഓർ സർവൈവർ ആണല്ലോ ജോയിൻ്റ് അക്കൗണ്ട്. അഡ്വൈസ് ബി ടു ഗെറ്റ് എ കോർട്ട് ഓർഡർ ആയിട്ട് വരാൻ പറയും ബീനോട്, അല്ലെങ്കിൽ എന്നോട് ബീനെ കൺവിൻസ് ചെയ്യാൻ പറയും. നല്ല ഓപ്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് സംഭവം? അതായത് ഫോർമർ ഓർ സർവൈവർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ബിക്ക് ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലായി? ഐദർ ഓർ സർവൈവർ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഗ്നോർ ദ നോട്ടീസ് ഫ്രം ബി. ബിയുടെ നോട്ടീസ് അവഗണിക്കും. കാരണം ബിക്ക് അപ്പം അതിന് ശേഷം എ മരിച്ചാൽ മാത്രമേ ബിക്ക് പിന്നെ വലിയ വലിയ വർത്താനമൊക്കെ പറയാനുള്ള വോയിസ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇഗ്നോർ ദ നോട്ടീസ് ഫ്രം ബി ബിക്കോസ് ഹി വിൽ കം ഇൻ ടു പിക്ചർ ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ. P-F-4-S എന്ന് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളിവിടെ കാണണം കേട്ടോ. ജോയിൻ്റ് അക്കൗണ്ട് എന്നാണെങ്കിലും ഓക്കെയാണ്. ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ ആൾക്ക് പറയാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഫോർമർ ഓർ സർവൈവർ ആയത് കാരണം പറയാനുള്ള വോയിസ് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Which of the following categories of persons institutions are eligible to open savings account with a bank? ആർക്കാണ് ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുക? ഇൻഡിവിജ്വൽസ് ഐദർ ഇൻ സിംഗിൾ നെയിം, അവർക്ക് ജോയിൻ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ജോയിൻ നെയിംസ്, അല്ലെങ്കിൽ 2-3 വ്യക്തികൾ കൂടിയിട്ട് അവർക്കൊക്കെ മറ്റേ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ? പറ്റും. മൈനേഴ്സ് ഏജ്ഡ് എബൌട്ട് 10 years ക്യാൻ ഓപ്പൺ. യെസ്, ഓപ്പൺ. ഓപ്പറേറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യാം. കർത്ത HUF കർത്തയ്ക്ക് ജോയിൻ ചെയ്തുകൂടെ? ചെയ്യാം. ഓൾ ദ എബോവ് ക്യാൻ ഓപ്പൺ SB അക്കൗണ്ട്. അപ്പോൾ എന്താ ഉത്തരമായിട്ട് വരിക? എല്ലാവർക്കും, മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ്, ദ റൈറ്റ് ഓഫ് ലീൻ റിഫേഴ്സ് ടു. എന്താണ് ലീൻ എന്ന് പറഞ്ഞാൽ? എന്താ? റൈറ്റ് ഓഫ് ദ ഡെറ്റർ. ഡെറ്ററുടെ അവകാശമാണോ ലീൻ? അല്ല. അപ്പോൾ അത് വായിക്കേണ്ട കാര്യമില്ല. റൈറ്റ് ഓഫ് ദ ക്രെഡിറ്റർ. അതെ, ടു സെൽ സെക്യൂരിറ്റീസ് ഓഫ് ദ ഡെറ്റർ. ഡെറ്റർ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. സെല്ല് ചെയ്യാം, എപ്പോൾ പിടിച്ചു വയ്ക്കാനേ പറ്റുള്ളൂ, സെല്ല് ചെയ്യാനൊന്നും പറ്റില്ല. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് ദ ക്രെഡിറ്റർ. ക്രെഡിറ്ററുടെ റൈറ്റ് ആണ്. അപ്പോൾ ഓപ്ഷനും വാലിഡിറ്റി ഉണ്ട്. ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് സെക്യൂരിറ്റീസ് ബിലോങ്ങിങ് ടു ദ ഡെറ്റർ. അതാണ് കേട്ടോ, റീറ്റെയിൻ ചെയ്യാം പൊസഷൻ. അതാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ദ റൈറ്റ് ഓഫ് ലീൻ റിഫേഴ്സ് ടു റൈറ്റ് ഓഫ് ദ ക്രെഡിറ്റർ. ആരുടെയാണ്? റൈറ്റ് ഓഫ് ദ ക്രെഡിറ്റർ ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് സെക്യൂരിറ്റീസ് ബിലോങ്ങിങ് ടു ഡെറ്റർ. ഡെറ്ററുടേതായിട്ടുള്ള സാധനങ്ങൾ പൊസഷൻ പിടിച്ചു വയ്ക്കാൻ പറ്റും. എന്നാലോ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്യാരണ്ടി. ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി നോക്കണം. ഗ്യാരണ്ടീസ് കവറിങ് എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരുപാട് ട്രാൻസാക്ഷൻ, സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിനെന്താ പറയുക? സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പദം വന്നു. കണ്ടിന്യൂയിങ് ആണോ, സീരിയലാണോ, ഗ്യാരണ്ടീസ് ആണോ, കണ്ടിൻജൻ്റ് ആണോ? ഏതാണ്? കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഗ്യാരണ്ടി കവറിങ് എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 or more minors if desirous of opening a savings bank account in your bank. 2 അതിലധികമോ മൈനർമാരാണ് വരുന്നത് കേട്ടോ. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞു. വെദർ ദേ ക്യാൻ ഓപ്പൺ ജോയിൻറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് അലൗഡ് ടു ഓപ്പറേറ്റേഴ്സ്. അതായത് അവർ ഒരുമിച്ച് ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ? ഐദർ ഓർ സർവേയറായി തുടങ്ങാം, ജോയിൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യാം. ഓൺലി 2 minors, 2 മൈനേഴ്സിന് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. 2 or more minors cannot open account. ഏതാണ് ഉത്തരമായിട്ട് വരിക? കനോട്ട് ഓപ്പൺ അക്കൗണ്ട് ആണ് കേട്ടോ. മൈനർക്ക് തുടങ്ങാം സിംഗിളായിട്ട്, ഗ്യാരണ്ടി ഓപ്പറേറ്റഡ് ആയിട്ടും തുടങ്ങാം, പക്ഷെ ജോയിൻ്റ് അക്കൗണ്ടൊന്നും തുടങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു മൈനറും മറ്റത് ഗാർഡിയനും ആവണം, അപ്പോഴാണ് ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുക കേട്ടോ. നെക്സ്റ്റ് വീണ്ടും മാൻഡേറ്റ് വന്നു. നമ്മളവിടെ മാൻഡേറ്റ് എന്താന്ന് പഠിച്ചു അല്ലേ. ഇവിടെ മാൻഡേറ്റ് ഈസ് എങ്ങനത്തെ അഗ്രിമെൻ്റ് ആണ് മാൻഡേറ്റ്? സ്റ്റാമ്പ്ഡ് ആണോ, അൺസ്റ്റാമ്പ്ഡ് ആണോ, മെമ്മറാണ്ടം ആണോ, കാൽക്കുലേറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാൻഡേറ്റ് എന്താ? അൺസ്റ്റാമ്പ്ഡ് അഗ്രിമെൻ്റ് ആണ് കേട്ടോ മാൻഡേറ്റ്.
ഓക്കെ, അൺസ്റ്റാൻഡേർഡ് അഗ്രിമെൻ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, എവറി പേഴ്സൺ ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡിംഗ് മൈനർ ഓറും ആരോ ആയിക്കോട്ടെ, ഗാർഡിയൻ ഫോർ ദ പേഴ്സൺ ഈസ് അപ്പോയിൻറ്റഡ് ബൈ എ കോർട്ട്. കോർട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തു ഗാർഡിയനായിട്ട്. അപ്പം അയാൾ മേജർ ആവാൻ, അറ്റൈൻസ് ദ ഏജ് ഓഫ് മെജോറിറ്റി ആവാൻ ആൾ എത്ര വയസ്സ് പൂർത്തിയാക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് കൂടി ഇടയ്ക്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചിരുന്നതാണ്. ഇവിടെ ആൻസർ കീ ഏതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. 18 ഇയേഴ്സ് കേട്ടോ. ആദ്യം കൂട്ടി പിന്നെ കുറച്ചു. ഇപ്പോൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്, 18 വയസ്സ് തന്നെയാണ് കേട്ടോ. ഗാർഡിയന് കോർട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് മെജോറിറ്റി ആവാൻ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ. എ ചെക്ക് സൈൻഡ് ബൈ ദ സെക്രട്ടറി അല്ലെങ്കിൽ ട്രഷറർ ഓഫ് എ ക്ലബ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റിന് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ദ ബാങ്ക് കംസ് ടു നോ ദാറ്റ് ദ സെക്രട്ടറി ഡൈഡ് യെസ്റ്റർഡേ ഇൻ എ റോഡ് ആക്സിഡൻറ്റ്. തലേന്ന് എന്ത് ചെയ്തു, ഇയാളെ ഒരു സെക്രട്ടറി മരണപ്പെട്ടതായിട്ട് ബാങ്ക് അറിയുകയാണ്. അപ്പോൾ ബാങ്ക് ഈ ചെക്ക് എന്താണ് ചെയ്യാന്നാണ്. ചെക്ക് സെക്രട്ടറി സൈൻ ചെയ്തു, ട്രഷററും സൈൻ ചെയ്തു, പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെയാണ് ഇയാൾ മരണപ്പെട്ടതായിട്ട് അറിയുന്നത് കേട്ടോ. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ഷുഡ് ബി റിട്ടേൺഡ് വിത്ത് റീസൺ, റെഫർ ടു ഡ്രോയർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുമോ? അതോ ഷുഡ് ബി റിട്ടേൺഡ് വിത്ത് റീസൺ അക്കൗണ്ട് ഹോൾഡർ റിപ്പോർട്ടഡ് ഡെഡ് എന്ന് പറയുമോ? ചെക്ക് ഷുഡ് നോട്ട് ബി റിട്ടേൺഡ്, പേ ദ ചെക്ക്, തിരിച്ചയക്കാതെ പണം കൊടുക്കും. ഷുഡ് ബി റിട്ടേൺഡ് വിത്ത് റീസൺ പ്രസൻറ്റ് വിത്ത് പ്രോപ്പർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് വീണ്ടും പ്രോപ്പർ സിഗ്നേച്ചർ ഇട്ട് വരാൻ പറഞ്ഞയക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ വരിക? അപ്പോൾ പ്രസൻറ്റഡ് ഫോർ പേയ്മെൻ്റ് ആയത് കാരണം ചെക്ക് ഷുഡ് നോട്ട് ബി റിട്ടേൺഡ്, പേ ദ ചെക്ക്. എല്ലാം ജെനുവിൻ ആണല്ലോ, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ചെക്ക് റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല, ചെക്ക് പേ ചെയ്യാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാർണിഷ് ഓർഡർ വീണ്ടും വന്നു. ഗാർണിഷ് ഓർഡർ അറ്റാച്ചസ് ഓൾ മണി ഓഫ് ദ കസ്റ്റമർ ഹെൽഡ് ബൈ ദ ബാങ്ക് ഇൻ ദ കപ്പാസിറ്റി ഓഫ് എ. അതായത് ഗാർണിഷ് ഓർഡർ പ്രകാരം നമ്മൾ പറഞ്ഞു കസ്റ്റമറുടെ പണമൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ബാങ്കിന് അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഏത് കപ്പാസിറ്റിയിലാണ് ബാങ്ക് അത് ഉപയോഗിക്കുകയെന്നാണ്. ബെയിലി ആണോ, ഡെറ്ററാണോ, ട്രസ്റ്റി ആണോ, എനി വൺ ഓഫ് ദ എബോവ്, ഇതിലേതെങ്കിലും ഒന്നാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഗാർണിഷ് ഓർഡർ കൈപ്പറ്റുമ്പം ഈ കസ്റ്റമറുടെ ഏത് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്ററാണ് കേട്ടോ, കടക്കാരൻ എന്നുള്ള ലേബലിലാണ് കേട്ടോ. ഗാർണിഷ് ഓർഡർ അറ്റാച്ചസ് ഓൾ മണി ഓഫ് ദ കസ്റ്റമർ ഹെൽഡ് ബൈ ദ ബാങ്ക് ഇൻ ദ കപ്പാസിറ്റി ഓഫ് എ ഡെറ്ററാണ്. അതാണ് അപ്പോഴത്തെ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വന്നിട്ട് ആസ് പെർ RBI ഗൈഡ് ലൈൻസ് എ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഹാസ് ടു ബി ക്ലാസിഫൈഡ് ആസ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ഓക്കെ. ആൻഡ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഡെഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് RBIയിലേക്ക്. ഇഫ് ദർ ഈസ് നോ ഓപ്പറേഷൻ ഇൻ ദ അക്കൗണ്ട് ഫോർ എ പീരിയഡ് ഓഫ്, എത്ര വർഷം ഉപയോഗമില്ലാതെ അനക്കാതെ കിടന്നിരുന്ന എമൗണ്ടാണ് ഈ ഒരു അൺക്ലെയിംഡ് ഡെപ്പോസിറ്റായിട്ട് പരിഗണിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 5 ആണോ, 10 ആണോ, 3 ആണോ, ഓൾ ആർ ഇൻകറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എത്ര വർഷമാണ്? 10 ഇയേഴ്സ്, 10 വർഷം മിണ്ടാതെ കിടക്കുമ്പോഴാണ് എന്താവുക? അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആവുക കേട്ടോ. 10 വർഷം ഇങ്ങനെ അവിടെ കിടക്കുകയാണ്, ഒരു യൂസേജും ഇല്ലാതെ. മറ്റേ അനാഥൻ്റെ പോലെ കിടന്നാൽ അൺക്ലെയിംഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റഗറി അണ്ടർ പ്രയോറിറ്റി സെക്ടറിലെ കാറ്റഗറി നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഉണ്ട്, കൺസ്യൂമർ ക്രെഡിറ്റ് ഉണ്ടോ, ഹൗസിംഗ് ഉണ്ട്. അപ്പോൾ ഏതല്ലാത്തത്? കൺസ്യൂമർ ക്രെഡിറ്റ് ഇല്ല. സോ കൺസ്യൂമർ ക്രെഡിറ്റ് ഈസ് ദ നോട്ട് എ കാറ്റഗറി. ഓക്കെ. അടുത്തത് വിത്ത് റെഫറൻസ് ടു വൺ ടൈം പാസ്വേഡ് OTP, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്? ഏതാണ് തെറ്റെന്നാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കൺസിസ്റ്റ് ഓഫ് 6 ഡിജിറ്റ്സ്. 6 ഡിജിറ്റ് വേണമെന്നുണ്ടോ? OTPക്ക് 4 അക്കമുള്ള OTP ഇല്ലേ? 4 അക്കം അല്ലേ നമ്മൾ കൂടുതലും കാണാറ്. വാലിഡ് ഫോർ 1 ട്രാൻസാക്ഷൻ,
ഒരൊറ്റ ട്രാൻസാക്ഷൻ മാത്രമല്ലേ പറ്റുള്ളൂ, വാലിഡിറ്റി ഉള്ളൂ. സെക്കൻഡുകൾക്കുള്ളിൽ വാലിഡിറ്റി നഷ്ടമാവും. കുറച്ച് സ്പാൻ ഓഫ് ടൈം മാത്രമേ വാലിഡ് ഉള്ളൂ. ഒരു OTPക്ക് ഒരു ട്രാൻസാക്ഷൻ, അങ്ങനെയല്ലേ. പിന്നെ കസ്റ്റമർ റിക്വസ്റ്റ് കൊടുത്തിട്ടല്ലേ OTP എടുക്കുക. അപ്പോൾ അതും ഓക്കെ. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് 6 ഡിജിറ്റ് മാത്രമാണ്, ബാക്കിയൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കി കറക്റ്റ് ഉള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. OTP is valid for one transaction. OTP is valid for certain span of time. OTP എങ്ങനെയാ? receiving at the request of the customer. Okay. Next, what is the minimum amount for which remittance is permitted under RTGSലെ മിനിമം എമൗണ്ട് ആണ്. RTGSലും IMPSലും അതൊക്കെ പഠിക്കണം. മിനിമം മാക്സിമം ഒക്കെ പഠിക്കണം കേട്ടോ. മിനിമം എത്രയാണ്? RTGSലെ മിനിമം എത്രയാണ്? 1 lakh ആണോ, 2 lakh ആണോ, 50,000 ആണോ, 10 lakh ആണോ ചോദിച്ചിട്ടുണ്ട്. എത്രയാ? 2 ലക്ഷമാണ് കേട്ടോ മിനിമം 2 ലക്ഷം. RTGS നമുക്ക് ഇത്തിരി വലിയ തുകകൾ കൈമാറാനുള്ള, നമ്മളെപ്പോലെ പെട്ടെന്ന് അയക്കണം കുഞ്ഞു 100 രൂപ 200 രൂപ അതല്ല പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് 94ാമത്തെ ക്വസ്റ്റ്യൻ, ബാങ്ക്സ് ഡു നോട്ട് ഇഷ്യൂ ATM കാർഡ് ടു. ബാങ്ക് ATM കാർഡ് കൊടുക്കാത്ത ടീം ആരൊക്കെയാണെന്നാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. പേഴ്സൺസ് ഹു ആർ ഇൻസോൾവെൻറ്റിന് കൊടുക്കുമോ? ഇല്ല. പേഴ്സൺസ് ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്സ് റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി, അതായത് ഇപ്പോൾ ഒരു ട്രസ്റ്റി എന്നൊക്കെ പറയില്ലേ, ഒരാൾ എല്ലാറ്റിനെയും കൂടി റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുക, അയാൾക്കും എന്തില്ല, ATM കാർഡില്ല. അതുപോലെ ജോയിൻ്റ് അക്കൗണ്ട് വിത്ത് മാൻഡേറ്റ് കൊടുത്തിട്ട് ജോയിൻ്റ് ഓപ്പറേഷൻസിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ, മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ജോയിൻ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ എന്ത് കൊടുക്കില്ല? ATM കൊടുക്കില്ല. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഈ കേസിൽ ഒന്നും കൊടുക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓൾ ഓഫ് ദി എബവ്. ബാങ്ക്സ് ഡു നോട്ട് ഇഷ്യൂ ATM കാർഡ് ടു പേഴ്സൺസ് ഹു ആർ ഇൻസോൾവൻസ്, പേഴ്സൺസ് ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്സ് ഇൻ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി ആൻഡ് ജോയിൻ്റ് അക്കൗണ്ട് വിത്ത് മാൻഡേറ്റ് ഫോർ ജോയിൻ്റ് ഓപ്പറേഷൻ. ഓക്കെ. അടുത്ത് നമ്മുടെ MICR കോഡാണ്. എത്ര ഡിജിറ്റാണ് MICR കോഡിലുള്ളത്? എത്ര ഡിജിറ്റാണ് ഉള്ളത്? 6, 9, 16, നൺ ഓഫ് ദി എബവ്. അപ്പോൾ നോട്ട് ചെയ്യുക, 9 ഡിജിറ്റാണുള്ളത് കേട്ടോ. ആ ഭാഗം പഠിക്കണം MICR. നെക്സ്റ്റ്, ദ കമ്മിറ്റി ദാറ്റ് റെക്കമെൻഡഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ദി ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. കമ്മിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റനാണിത് ഈ വർഷം. ഏത് കമ്മിറ്റി? നരസിംഹമാണോ, സറഫാണോ, PJ നായക്കാണോ, ഡോക്ടർ C രംഗരാജൻ? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടർ ബാങ്കിങ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നത് ആരാണ്? രംഗരാജൻ കമ്മിറ്റിയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് രംഗരാജൻ കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നോ ചാർജ് ഈസ് ലെവിഡ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഇൻ NEFT സിസ്റ്റം ഫ്രം ദ ഇയർ. അതായത് NEFTക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ NEFT നടത്തുമ്പം ചാർജ് ഈടാക്കാൻ പാടില്ല എന്ന് നിയമം വന്നിട്ടുണ്ട്. സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് വന്നിട്ടുണ്ട്. ഏത് വർഷമാണ് വന്നത് എന്നാണ് വീട്ടിൽ? 2004, 2005, 2020, 2016 ആണ്. പുതിയ അപ്ഡേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ വർഷം എന്നുള്ള രീതിക്ക് നമുക്കിവിടെ എന്തെടുക്കാം? 2020 എടുക്കാം കേട്ടോ. ഡേറ്റ് എന്നാണെന്നറിയോ? January 1, 2020 മാസ്റ്റർ ഡയറക്ഷൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ RBIയുടെ. ഇത് മേടിക്കാൻ പാടില്ല എന്ന്, ചാർജ് എടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ January 1, 2020 ശരിക്കും വന്നത്. നെക്സ്റ്റ്, ദ ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് ബേർഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാ പ്രൊമോട്ട് ചെയ്യുന്നത്? RBI ആണോ, NABARD ആണോ, NCCT ആണോ, NCDC ആണോ? ആരാണ്? ബേർഡ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലേ, NABARD. അടുത്തത്, സെലക്ട് വൺ വിച്ച് ഈസ് റിലേറ്റഡ് ടു പേയ്മെൻറ്റ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വീണ്ടും വന്നു. ഫോക്കസ് ഓൺ ഡെപ്പോസിറ്റ്, ഇത് നമ്മൾ കണ്ടതാണ്. ക്രെഡിറ്റ് കാർഡ് ആൻഡ് ലോൺ ഫെസിലിറ്റി, ഡെബിറ്റ് കാർഡ് ആൻഡ് നെറ്റ് ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായി വന്നതാണ്. ഡെബിറ്റ് കാർഡ് കൊടുക്കാം, നെറ്റ് ബാങ്കിങ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റില്ല, ലോൺ ഫെസിലിറ്റി പറ്റില്ല. ഫോക്കസ് ഓൺ ഡെപ്പോസിറ്റ്. അപ്പോൾ ഇതിലേതാണ് ഉത്തരമായിട്ട് വരിക? പ്രത്യേകം നോക്കണം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആകുമ്പം ഏതാണ് പറ്റാത്തത്, ഏതാണ് പറ്റണതെന്നൊക്കെ നോക്കണം. 1 പറ്റും, 3 പറ്റും, 4 പറ്റും, 2 മാത്രമേ പറ്റാത്തുള്ളൂ. അപ്പോൾ 2 ഇല്ലാത്തത് ഓപ്ഷൻ B ആണ്. ഓക്കെ. അടുത്തത് IRAC നോംസിൽ R എന്താണ്?
അപ്പോൾ എന്താണ് IRAC നോംസ്? ഇൻകം റെക്കഗ്നീഷൻ ആൻഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ് ആണ് കേട്ടോ. അതിൽ R എന്താണ്? റെക്കഗ്നീഷനാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ബാങ്കിങ് സിസ്റ്റം. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഏത് ഭാഗത്ത് വരുന്നതാ? ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണോ, പേയ്മെൻറ്റ് ബാങ്ക് ആണോ, ലോക്കൽ ഏരിയ ബാങ്ക് ആണോ, നൺ ഓഫ് ദീസ് ആണ്? ഇവയിൽ ഒന്നും അല്ലേ? ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്? ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലേ? ഓക്കെ. അടുത്തത്, ഇൻ ഡാഷ് എൻഡോഴ്സ്മെൻറ്റ് ദ എൻഡോസർ ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ഹിസ് ഓൺ ലയബിലിറ്റി. ഹിസ് ഓൺ ലയബിലിറ്റി വന്നതാണ്, നമ്മൾ മുമ്പേ കണ്ടതാണ് അല്ലേ? ഇഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിസോണർ ചെയ്ത് കഴിഞ്ഞാൽ ഹിസ് ഓൺ ലയബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്തിട്ടത് മുമ്പ് ചോദിച്ചാണ്. പെർപ്രോ ആണോ, ഫാക്കൾട്ടേറ്റീവ് ആണോ, സാൻസ് ഫ്രേസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ ചോദിച്ചിട്ടുണ്ട്. ഏതാ അത്? പക്ഷെ ഇതിൽ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഏതാ? നമ്മൾ അവിടെ കണ്ടതു സാൻസ് റീകോസ് അല്ലേ? അപ്പോൾ സാൻസ് റീകോസ് ആണ് ഉത്തരമായിട്ട് വരിക. ഇവിടെ സാൻസ് റീകോസ് കൊടുക്കാത്ത കാരണം നമ്മൾ നൺ ഓഫ് ദീസ് മാർക്ക് ചെയ്യുന്നു കേട്ടോ. അടുത്തത്, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു പ്ലഡ്ജ്. വീണ്ടും പ്ലഡ്ജിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഇറ്റ് റിലേറ്റ്സ് ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. പ്രോപ്പർട്ടി ആക്ടിലാണോ പ്ലഡ്ജിനെ കുറിച്ച് പറയുന്നത്? ആണോ? അല്ല, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് പ്ലഡ്ജിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ്. അതെ, ബെയിൽമെൻ്റ് ആണ്. ദ ക്രെഡിറ്റർ ഹു ആക്സെപ്റ്റ് ദ സെക്യൂരിറ്റി ഈസ് കാൾഡ് പ്ലഡ്ജർ. പ്ലഡ്ജർ എന്നാണോ പറയുക? അല്ല. പ്ലഡ്ജ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ഓൺ ഇമ്മോബിൾ പ്രോപ്പർട്ടി. ഇമ്മോബിൾ പ്രോപ്പർട്ടിയിലാണോ പ്ലഡ്ജ് ചെയ്യുക? ഭൂമിയൊക്കെ ആണോ കൊണ്ടയ്ക്കുക പണയം വയ്ക്കാൻ? ഭൂമി പണയം വയ്ക്കും. ഭൂമി പണയം വയ്ക്കുന്നത് വേറെ രീതിക്കാണ് അല്ലേ? അത് പ്ലഡ്ജല്ല. അപ്പോൾ പ്ലഡ്ജ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. അപ്പോൾ പ്ലഡ്ജ് ഈസ് ഗവേൺഡ് ബൈ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്, 172 to 182. പ്ലഡ്ജ് ക്യാൻ ഓൺലി ബി മെയ്ഡ് ഓൺ മൂവബിൾ പ്രോപ്പർട്ടിയിലാണ് പ്ലഡ്ജ് പൊസഷൻ കൊടുക്കും. ഓക്കെ. ദ ക്രെഡിറ്റർ ഹു ആക്സെപ്റ്റ് ദ സെക്യൂരിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്ക് ആണ് ക്രെഡിറ്റർ അല്ലേ? അതിന് പറയുന്ന പേര് പ്ലഡ്ജി എന്നും, ഈ കൊടുക്കുന്ന ആൾ പ്ലഡ്ജറാണ്, അല്ലെങ്കിൽ പോണർ എന്നും വിളിക്കും, പ്ലഡ്ജർ എന്നും വിളിക്കും. ഈ റിലേഷൻഷിപ്പിനെ, ഏത് റിലേഷൻഷിപ്പിനെ? പ്ലഡ്ജിൻ്റെ റിലേഷൻഷിപ്പിനെ. ബാങ്കർ ഈസ് പ്ലഡ്ജി ആൻഡ് ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന ആൾ പ്ലഡ്ജർ അല്ലെങ്കിൽ പോണർ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ അതാണ് റിലേഷൻഷിപ്പ്. ഇവിടെ ഒറ്റ സാധനമേ ഉള്ളൂ, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ് മാത്രമാണ് ഇവിടെ ഉത്തരം. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. സോ അതാണ് ആൻസറായിട്ട് വരിക കേട്ടോ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് നമ്മൾ മോർട്ടഗേജ്, അങ്ങനത്തെ ഡീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതല്ലേ, അതിൻ്റെ ടൈപ്പ് ഓഫ് മോർട്ടഗേജൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണം. ചോദിക്കാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടില്ല. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല കേട്ടോ. KYC ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ RBI അണ്ടർ ദ ഏത് ആക്ട് പ്രകാരമാണ് KYC ഗൈഡ് ലൈൻ? അപ്പോൾ KYC ഗൈഡ് ലൈൻ വരുമ്പോൾ ഒന്ന് നമ്മൾ ഓർക്കേണ്ടത് BR ആക്ട് കൂടാതെ നമ്മൾ എന്ത് ഓർക്കണം? AML ആക്ട് ഉണ്ടല്ലോ, ആൻറ്റി മണി ലോണ്ടറിങ്, അതും കൂടി ഓർക്കണം. ഇവിടെ AML ഒന്നും തന്നിട്ടില്ല, അത് കാരണം നമുക്ക് ആരെ മാത്രം ഓർത്താൽ മതി? BR ആക്ടിനെ മാത്രം ആൻസർ കൊടുത്താൽ മതി കേട്ടോ. BR ആക്ട്, KYC ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ RBI ഇഷ്യൂ ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? BR ആക്ട് പ്രകാരമാണ്. ഓക്കെ. നെക്സ്റ്റ്, PMJDY ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് അണ്ടർ ദ നാഷണൽ മിഷൻ ഫോർ ഡെഫ് അക്കൗണ്ട് ആണോ, കൺട്രോളിങ് ഇൻഫ്ലേഷൻ ആണോ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണോ, കോർപ്പറേറ്റ് ആണോ ചോദിച്ചിട്ടുണ്ട്. PMJDY ഈസ് എ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് അണ്ടർ ദ നാഷണൽ മിഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് വന്നതല്ലേ PM ജൻധൻ യോജന. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഇൻ്റലിജൻറ്റ് യൂണിറ്റ്, നമ്മുടെ FIU ഇൻറ്റ് സെറ്റപ്പ് ചെയ്ത് പണ്ടത്തെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ FIUൻ്റെ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചോദിച്ചു കാണാറില്ല വർഷം, അപ്പോൾ വർഷം വീണ്ടും ചോദിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ കാണാപാഠം പഠിക്കണം. 2004 ഇവർക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രോഡുകളും കാര്യങ്ങളൊക്കെ, നമുക്ക് ഈ കള്ളപ്പണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടില്ലേ, മറ്റേ പൈസയൊക്കെ കള്ളനോട്ടൊക്കെ കിട്ടില്ലേ, അപ്പോൾ ഇവർക്ക് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിന് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, RBI അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? 51, 21, 15, 6. ഏതാണ് ഉത്തരമായിട്ട് വരിക? 21 മെമ്പേഴ്സാണുള്ളത് കേട്ടോ. RBIയുടെ സ്ട്രക്ചർ പഠിക്കണം.
21 മെമ്പേഴ്സാണ് ആർ ബി ഐയിലെ അഡ്മിനിസ്ട്രേഷനിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. നെക്സ്റ്റ്, ദ സെക്യൂരിറ്റി ഡെപ്പോസിറ്റഡ് ബൈ ദ ബോറോവർ ഹിംസെൽഫ് ആസ് കവർ ഫോർ ദ ലോൺ. ലോണിന് വേണ്ടി ബോറോവർ സ്വയം കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെ പേര്. കൊളാട്രൽ ആണോ, പ്രൈമറി ആണോ, ഡെറിവേറ്റീവ് ആണോ, ഹൈബ്രിഡ് ആണോ? ബോറോവർ ഹിംസെൽഫ് ആസ് കവർ ഫോർ ലോൺ. ലോണിന് വേണ്ടി ബോറോവർ സ്വയം, അതായത് ആളുടെ ബിസിനസ്സുമായി കണക്ട് ചെയ്യിക്കപ്പെട്ട ഒരു സെക്യൂരിറ്റി ആയിരിക്കും അത് ബോറോവറുടെ. ചിലപ്പോൾ ആളുടെ ലൈഫുമായി ബന്ധപ്പെട്ടതാവാം, വീടൊക്കെ ആവാം അല്ലേ. അതുകൊണ്ടാണ് ബോറോവർ ഹിംസെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രൈമറി സെക്യൂരിറ്റി ആണ് കേട്ടോ. അഡീഷണൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലാണ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള സെലക്ട് വൺ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഹൈപ്പോത്തിക്കേഷൻ. വീണ്ടും വന്നു, ഹൈപ്പോത്തിക്കേഷനുമായിട്ട് ബന്ധമില്ലാത്തതാണ്, നോട്ട് റിലേറ്റഡ്. നോട്ട് ചെയ്യണം കേട്ടോ അത്. ബോറോവർ സബ്മിറ്റ് സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ് പീരിയോഡിക്കലി. ബോറോവർ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ് പീരിയോഡിക്കലായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇറ്റ് അപ്ലൈസ് ടു മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടിക്കാണ് ഹൈപ്പോത്തിക്കേഷൻ കൊടുക്കുക, ശരിയാണ്. ബാങ്കർ ഹാസ് നോ റൈറ്റ് ടു ഇൻസ്പെക്ട് സെക്യൂരിറ്റി അറ്റ് എനി ടൈം. ബാങ്കർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സെക്യൂരിറ്റീനെ വന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചാർജ് ഈസ് ക്രിയേറ്റഡ് ബൈ എ ഡീഡ് ഓഫ് ഹൈപ്പോത്തിക്കേഷൻ. അത് ശരിയാണ്. ഹൈപ്പോത്തിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഡീഡ് ഓഫ് ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടാക്കും. ഇത് മൂവബിൾ പ്രോപ്പർട്ടിക്ക് വേണ്ടിയുള്ളതാണ്, അത് ശരിയാണ്. ബോറോവർ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പീരിയോഡിക്കലായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ ബാങ്കർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഹൈപ്പോത്തിക്കേഷൻ്റെ കേസിൽ ബാങ്കർ ഹാസ് നോ റൈറ്റ് ടു ഇൻസ്പെക്ട് സെക്യൂരിറ്റി അറ്റ് എനി ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോ റൈറ്റ് ടു ഇൻസ്പെക്ട് സെക്യൂരിറ്റി അറ്റ് എനി ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോ റൈറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാങ്കർക്ക് വന്ന് നോക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. വന്ന് നോക്കാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നോട്ട് റിലേറ്റഡ് ടു ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോ റൈറ്റ് ടു ഇൻസ്പെക്ട് സെക്യൂരിറ്റി ആൻഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്കർക്ക് നോക്കാമെന്നല്ലേ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ബാങ്കർ ഹാസ് ദ റൈറ്റ് ടു ഇൻസ്പെക്ട് സെക്യൂരിറ്റി ആൻഡ് ടൈം. ഇറ്റ് അപ്ലൈസ് ടു മൂവബിൾ പ്രോപ്പർട്ടി, അത് റിലേറ്റഡ് ആണ്. ബോറോവർ സബ്മിറ്റ് സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ് പീരിയോഡിക്കലി, അത് റിലേറ്റഡ് ആണ്. ചാർജസ് ക്രിയേറ്റഡ് ബൈ എ ഡീഡ് ഓഫ് ഹൈപ്പോത്തിക്കേഷൻ, അതും റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള. മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഹൈപ്പോത്തിക്കേഷൻ്റെ കേസിൽ നമ്മൾ സാധനം കൊടുക്കുന്നുമില്ല, പിന്നെ ഓണർഷിപ്പും കൊടുക്കുന്നില്ല, പൊസഷനും കൊടുക്കുന്നില്ല കേട്ടോ. പ്ലഡ്ജിൻ്റെ കേസിൽ മാത്രമാണ് എന്ത് കൊടുക്കുന്നത്, ഓണർഷിപ്പ് കൊടുക്കുന്നില്ല, പക്ഷേ പൊസഷൻ കൊടുക്കുന്നുണ്ട് പ്ലഡ്ജ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി. പ്ലഡ്ജും ഹൈപ്പോത്തിക്കേഷനാണ് അപ്പോൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, എന്നാലും പഠിച്ചു വയ്ക്കാം. ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏത് വർഷമാണെന്ന്? RBI ആണെന്നും അറിയാം. ഏത് വർഷമാണ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ? 2021. ഓക്കെ, ഇതെപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റനാണ് കേട്ടോ. അടുത്തത്, ഇൻ വിച്ച് ഇയർ പ്രൊഡൻഷ്യൽ നോംസ് ഇൻ ഇന്ത്യ വർ ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ആദ്യമായിട്ട് പ്രൊഡൻഷ്യൽ നോംസ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഏത് ഫിസ്ക്കൽ ഇയറിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 89-90 ആണോ, 92-93 ആണോ, 90-91 ആണോ, 94-95 ആണോ നോക്കണം. ഏതാണ്? 92-93 കാലഘട്ടത്തിലാണ് കേട്ടോ. ആരാണ് റെക്കമെൻഡ് ചെയ്തത്? നമ്മുടെ നരസിംഹം കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. അത് പ്രകാരമാണ് 91-91 അവരെ കമ്മിറ്റി. അപ്പോൾ 92-93 കാലത്തിൽ തന്നെ പ്രൊഡൻഷ്യൽ നോംസ് ഇനീഷ്യലായിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടായി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹൈപ്പോത്തിക്കേഷൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് RTGS. RTGSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാൻ. സെക്യൂരിറ്റി ആൻഡ് റിലയബിലിറ്റി ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ലിമിറ്റഡ്, ഇറിവേഴ്സിബിൾ ട്രാൻസാക്ഷൻ, ലോ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ക്യാരക്ടറിസ്റ്റിക് സെലക്ട് ചെയ്യാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സെക്യൂരിറ്റി ആൻഡ് റിലയബിലിറ്റി ഉണ്ട്, ശരിയാണ് അല്ലേ. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ലിമിറ്റഡ് ആണോ? അങ്ങനെ ലിമിറ്റ് പറയുന്നില്ല. 2 lakh ടു പിന്നെ അൺലിമിറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതല്ല. ഇറിവേഴ്സിബിൾ ട്രാൻസാക്ഷൻ ആണ്, അതെ. ലോ വാല്യൂ ട്രാൻസാക്ഷൻ ആണോ? അല്ലല്ല, ലോ വാല്യൂ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1 ഉം 3 മാത്രമാണ് വരിക കേട്ടോ. 1 ഉം 3 മാത്രമാണ് വരിക.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക, 1, 3. ഓക്കെ. ദ ലേറ്റസ്റ്റ് ലിമിറ്റ് ഓഫ് മൈക്രോ എൻ്റർപ്രൈസ്, ഇതേ വീണ്ടും മൈക്രോ എൻ്റർപ്രൈസ് വന്നു. ഹാസ് എ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റുപ്പീസ്. നമ്മൾ ആ കോളം പഠിച്ചില്ലേ, ആ കോളാണ് കേട്ടോ മൈക്രോ എൻ്റർപ്രൈസിൻ്റെ കോളം. ഏതാണ്? മാക്സിമം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. മറ്റേ ചോദിച്ചിട്ടുള്ളത് ടേൺ ഓവർ ആയിരുന്നു. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഉത്തരമായിട്ട് വരിക 2.5 crore ആൻഡ് 10 crore ആണ്. കോളം ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ, ഇതാ ഈ കോളം. 2.5 crore ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് 2.5 crore, ടേൺ ഓവർ 10 crore ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആർക്ക്? മൈക്രോക്ക്. അതുതന്നെയാണ് അന്നും ചോദിച്ചത്. ഓക്കെ, അവിടെ ടേൺ ഓവർ മാത്രമാണ് ചോദിച്ചത്, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റും ചോദിച്ചു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 2.5, ടേൺ ഓവർ 10. സ്മോളിനാണെങ്കിൽ മൈക്രോ ആണ് ഏറ്റവും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സ്മോളിനാണെങ്കിൽ 25 കോടിയും 100 കോടിയും, മീഡിയം ആണെങ്കിൽ 125 കോടിയും 500 കോടിയും കേട്ടോ. അടുത്തത് സെക്ഷൻ 124 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 124 ആണ് കേട്ടോ. സെക്ഷൻ 124 എന്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രാവശ്യം ചോദിച്ചാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണത്. ഹു ക്യാൻ മേക്ക് ക്രോസിംഗ് ആണോ, സ്പെഷ്യൽ ക്രോസിംഗ് ആണോ, ഡബിൾ ക്രോസിംഗ് ആണോ, അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ക്രോസിംഗ് ആണ് 124 കേട്ടോ, പഠിച്ചു വയ്ക്കുക. റീറ്റെയിൽ ബാങ്ക് ഏത് ടാർഗറ്റഡ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു? റീറ്റെയിൽ ബാങ്ക് കോർപ്പറേറ്റ്സിനാണോ, ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനാണോ, ഇൻഡിവിജ്വൽസിനാണോ? ബോത്ത് കോർപ്പറേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ്, രണ്ട് കൂട്ടർക്കും കൂടിയാണോ? അല്ലേ. റീറ്റെയിൽ ബാങ്ക് എന്തിനാർക്കാണ്? ഇൻഡിവിജ്വൽസിന് വേണ്ടി മാത്രമുള്ളതാണ് റീറ്റെയിൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 115 ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ വർഷം 2025 നമ്മുടെ ജൂനിയർ ക്ലർക്ക് മൊത്തം ബാങ്കിങ് കഴിഞ്ഞു കേട്ടോ. എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? ജൂനിയർ ക്ലർക്കിൻ്റെ മൊത്തം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് സെക്രട്ടറിയും അതുപോലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഏതൊക്കെ കോഡാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പതുക്കെ കാണുക. ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ടോപ്പിക്സൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് നന്നായി തറാക്കുക, നമ്മൾ ഗ്രൂപ്പിൽ എക്സാം പോലെ കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. പിന്നെ മാർക്കഡ് ആയിട്ടുള്ള PDF കൊടുക്കാം, അപ്പോൾ അവിടെയും നിങ്ങൾ വായിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്ര നേരം പിന്നെ കൂടെ വന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്